നാമപദങ്ങളോടൊപ്പം നമ്മൾ ഈ വിഭക്തിയുടെ പ്രത്യയങ്ങൾ ചേർത്ത് മറ്റു പദങ്ങളോട് ആ പദങ്ങൾക്കുള്ള ബന്ധം സൂചിപ്പിക്കും. അതാണ് നമ്മൾ വിഭക്തിയിൽ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ആ ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തേലും കേൾക്കായികയുണ്ടോ? ഇല്ലല്ലോ. കേൾക്കാം. പിന്നെ സ്ക്രീനും കാണാമല്ലോ. ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്സ്. അപ്പൊ സന്ധ്യ, അമ്മ, അമ്പലം, ആന എന്നീ നാമങ്ങളോട് യഥാക്രമം ക്ക്, ഓട്, ഇൽ, എ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് നമ്മൾ ഇതിനെ ഒരു നല്ല വാക്യമാക്കിയാൽ ആ വാക്യം ഞാൻ സന്ധ്യയ്ക്ക് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയെ കണ്ടു എന്ന് നാമശബ്ദങ്ങൾക്കൊപ്പം പ്രത്യയങ്ങൾ ചേർത്തപ്പോൾ, എന്നുവെച്ചാൽ ഏതിനോടൊക്കെയാണ് പ്രത്യയം ചേർന്നത്? സന്ധ്യ എന്ന നാമത്തോടൊപ്പം ക്ക് എന്നുള്ള പ്രത്യയം ചേർന്നു. ക്ക് എന്നുള്ള പ്രത്യയം ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം. രണ്ടാമത്തത് അമ്മയോട്, ഓട് എന്നുള്ളത്. അമ്മയോട് ഒപ്പം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ്യോതകത്തിന്റെ വിഭാഗം ഗതി കേട്ടോ, അത് നമ്മൾ ഗതിയിൽ കണ്ടതാണ്. ഒപ്പം, തൊട്ട്, വരെ, പറ്റി, കുറിച്ച്, മുതൽ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഗതി എന്ന പേരിലുള്ള, പേന കൊണ്ട് എഴുതി എന്നവരെ കൊണ്ട്, അതൊക്കെ ഗതികളാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അമ്മയോടൊപ്പം, ഒപ്പം എന്നുള്ളതൊരു ഗതി ശബ്ദമാണ്. അമ്മയോട്, ഓട് എന്നുള്ളതാണ് അവിടുത്തെ വിഭക്തി പ്രത്യയം. അത് സംയോജികയുടെ പ്രത്യയം. ഇനി പ്രത്യയങ്ങൾ അത് ചേർത്തു. ഇനി മൂന്നാമത് നമ്മൾ അമ്പലം എന്ന നാമത്തോടാണ് ചേർത്തിട്ടുള്ളത്. ഇൽ എന്നുള്ള പ്രത്യയമാണ് അവിടെ നമ്മൾ ചേർത്തത്. അമ്പലത്തിൽ എന്നുള്ളത് കേട്ടോ. പിന്നീട് പ്രത്യയം ചേർന്നിരിക്കുന്നത് ആന എന്ന ശബ്ദത്തോടാണ്. അതിനോടൊപ്പം ചേർന്നത് എ എന്നുള്ള പ്രത്യയം. അപ്പൊ ഇക്ക് ഒപ്പം ഇൽ എ, അങ്ങനെ 4 പ്രത്യയമാണ് നമ്മൾ സന്ധ്യ, അമ്പലം, അമ്മ, ആന ഈ 4 നാമങ്ങളോട് ചേർത്ത്. അപ്പം ആ വിഭക്തി പ്രത്യയം ചേർന്നപ്പോൾ അതൊരു അർത്ഥവത്തായ വാക്യമായിട്ട് മാറിയത് നമുക്ക് കാണാം. ഞാൻ സന്ധ്യയ്ക്ക് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയെ കണ്ടു. പ്രത്യയം ഒഴിവാക്കിയിട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് ആ പദങ്ങൾ തങ്ങളിൽ ചേരായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ സന്ധ്യ അമ്മ അമ്പലം പോയപ്പോൾ ഒരു ആന കണ്ടു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അർത്ഥവും ഞാൻ സന്ധ്യയ്ക്ക് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയെ കണ്ടു എന്നുള്ള വാക്യവും ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിഭക്തി ചേർത്തിട്ട് മറ്റ് നാമങ്ങളോട് അല്ലെങ്കിൽ മറ്റ് പദങ്ങൾ, ക്രിയകളോട് ഒക്കെ ഉള്ള ബന്ധം കൃത്യമായിട്ട് കാണിക്കും. അതാണ് വിഭക്തിയുടെ ജോലി. അപ്പം നാമപദത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നത് വിഭക്തി എന്ന് വിഭക്തിക്ക് നിർവചനം. ഇനി വിഭക്തികൾ മലയാളത്തിൽ 7 എണ്ണമാണ് ഉള്ളത്. 7 വിഭക്തികളാണുള്ളത്. ഒന്നാമത്തെ വിഭക്തി നിർദ്ദേശികയാണ്. ക്രിയ ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക. ക്രിയ ചെയ്ത ആള്, അയാളെ സൂചിപ്പിക്കും. അല്ലെങ്കിൽ ഞാനാണ് ഈ ക്രിയ ചെയ്തത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക. അതായത് കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക. ഈ വിഭക്തിയിലുള്ള പദങ്ങൾ മറ്റു പദങ്ങളോട് ചേരുമ്പോൾ അവിടെ വ്യക്തമാകുന്ന ഇതെന്ന് പറയുന്നത് ആ നാമപദത്തിന്
നിർദ്ദേശികയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിനെ സൂചിപ്പിക്കുന്ന നാമപദമാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്രിയയോട് കർത്താവിനുള്ള ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. അതാണ് നിർദ്ദേശി. രാമൻ, സീത, മരം, ജനം ഇവ ഉദാഹരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ രാമന്റെ കൂടെയും സീതയുടെ കൂടെയും മരത്തിന്റെ കൂടെയും ജനത്തിന്റെ കൂടെയും പ്രത്യയങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തി ആയതുകൊണ്ട് നിർദ്ദേശികയ്ക്ക് ഒരിക്കലും പ്രത്യയം ഉണ്ടാകില്ല. എക്സാമിന് ചോദിക്കുകയാണ് പ്രത്യയമില്ലാത്ത വിഭക്തി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശിക. പ്രത്യയമില്ലാത്ത വിഭക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശിക. രണ്ടാമത്തെ വിഭക്തിയുടെ പേര് പ്രതിഗ്രാഹിക എന്നാണ്. പ്രതിഗ്രാഹിക. പ്രതിഗ്രഹിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വീകരിക്കുക എന്ന്. അപ്പൊ ക്രിയയുടെ ഫലത്തെ സ്വീകരിക്കുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹി. ക്രിയയുടെ ഫലത്തെ സ്വീകരിക്കുന്ന വിഭക്തി, അതാണ് പ്രതിഗ്രാഹി. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം സ്വീകരിക്കുന്നത് കൊണ്ട് ആണ് അതിന് നമ്മൾ പ്രതിഗ്രാഹിക എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഫലത്തെ പ്രതിഗ്രഹിക്കുന്ന വിഭക്തി ഏ ആണ് പ്രതിഗ്രാഹികയുടെ പ്രത്യയം. ഉദാഹരണം നമ്മൾ ആ നാമങ്ങളോട് തന്നെ ചേർത്തിട്ട് പറയാണ് രാമനെ, സീതയെ, ജനത്തെ, മരത്തെ എന്നൊക്കെ ഉദാഹരണങ്ങൾ വരും. നമ്മുടെ മലപ്പുറത്തെ ഭാഷ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മലപ്പുറം ഭാഷ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ എല്ലാ വിഭക്തിയുടെ കൂടെ ഇത് നമ്മൾ ചേർക്കുമ്പം ഇൻ എന്നുള്ള ആ ഒരു ഇത് പ്രത്യയത്തിന് മുമ്പിൽ വരും. ഇൻ അല്ലെങ്കിൽ അൻ എന്നുള്ളത് നമ്മൾ പറയും. ഉമ്മാനെ, പാപ്പാനെ, ലതേനെ, ഉമേനെ, ഹരീനെ എന്നൊക്കെ നമ്മൾ പറയും. അത് മലപ്പുറം ഭാഷയുടെ ഒരു സവിശേഷത കൂടാണ്. വിഭക്തി പ്രത്യയം ചേർക്കുന്നതിന് മുമ്പ് അൻ അല്ലെങ്കിൽ ഇൻ എന്നൊരു ഇടനില അതിനിടയ്ക്ക് വരും. അത് എന്നുവെച്ചാൽ സംഭാഷണ ഭാഷയിലാണ് കൂടുതലും. എഴുത്തു ഭാഷയിൽ അതൊന്നും അങ്ങനെ വരാറില്ല. സംഭാഷണ ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണ് അത്. അപ്പം നിർദ്ദേശിക പഠിച്ചു, പ്രതിഗ്രാഹിക പഠിച്ചു. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ. അത് നാമങ്ങളോട് എങ്ങനെയാണ് ചേരുന്നതെന്നാണ് രാമനെ, സീതയെ, ജനത്തെ, മരത്തെ എന്നീ ഉദാഹരണങ്ങളിലൂടെ ഞാൻ സൂചിപ്പിച്ചത്. ഇനി മൂന്നാമത്തെ വിഭക്തിയാണ് സംയോജിക. സംയോജിക എന്നുള്ളത്. സംയോജിക വിഭക്തി എന്ന് പറയുന്നത് ക്രിയയുടെ നിർവഹണത്തിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിക്കാണ് നമ്മൾ സംയോജിക. കേട്ടോ, ഓട് ആണ് സംയോജികയുടെ പ്രത്യയം. അപ്പൊ നമ്മൾ ഒരു വാക്യം ഞാൻ എടുക്കുക. അധ്യാപകൻ വിദ്യാർത്ഥിയെ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചിട്ട് അടിച്ചു. അപ്പൊ അടിക്കുന്ന കാര്യത്തിൽ അധ്യാപകനാണ് കർത്താവ്, നിർദ്ദേശിക വിഭക്തി. വിദ്യാർത്ഥിയെ ഉണ്ടോ, ഏ കർമ്മം, അതായത് ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള് ആണ് കർമ്മം. കർമ്മമായിട്ട് വരുന്നത് വിദ്യാർത്ഥി. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥിയുടെ കൂടെ ഏ ചേർക്കും. പ്രതിഗ്രാഹികയുടെ പ്രത്യയമായ ഏ ചേർക്കും. ഇനി അടിക്കുന്നതിന് അധ്യാപകന് സഹായിയായിട്ടല്ലേ അധ്യാപകൻ ആരോടാ? ഹെഡ് മാസ്റ്ററോട് ചോദിച്ചിട്ട്. അപ്പൊ ഓട് കുട്ടിയെ, വിദ്യാർത്ഥിയെ അടിക്കുന്നതിന് അധ്യാപകന് പിന്തുണ ആയിട്ട് നിൽക്കുന്ന ആള് ഹെഡ് മാസ്റ്ററാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ സംയോജിക വിഭക്തി ആയിരിക്കും അവിടെ നമ്മൾ ചേർക്കുക. സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട് ആണ്. സംയോജിക രാമനോട്, സീതയോട്, ജനത്തോട്, മരത്തോട് എന്നൊക്കെ ഇങ്ങനെ പ്രത്യയം ചേർന്ന രൂപങ്ങൾ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ 3 വിഭക്തി പഠിച്ചു. നിർദ്ദേശിക, പ്രത്യയമില്ല. പ്രതിഗ്രാഹിക, പ്രത്യയം എ. സംയോജിക, പ്രത്യയം ഓട്.
ഇതൊരു പട്ടിക രൂപത്തിലാക്കിയാൽ മതി, നമുക്ക് ഏറ്റവും എളുപ്പമാണ്. വിഭക്തിയുടെ പേര് ആദ്യത്തെ കോളത്തിൽ എഴുതുക, രണ്ടാമത്തെ കളിയിൽ നമ്മൾ എഴുതേണ്ടത് എന്താ, പ്രത്യയം എഴുതുക, മൂന്നാമത്തെ കളിയിൽ ഉദാഹരണം എഴുതുക. ആ ഒരു പട്ടികയാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് എളുപ്പം അത് പഠിക്കുകയും ചെയ്യും. എക്സാമിന് ചോദ്യം വരിക ഒന്നുകിൽ ഏതെങ്കിലും ഒരു വിഭക്തി തന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് വരുന്ന പദം, എങ്ങനെ അത് കണ്ടുപിടിക്കും? ഉദാഹരണമായിട്ട് വരുന്ന പദം കണ്ടുപിടിക്കാൻ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് ആ പദത്തോട് ചേർന്നിരിക്കുന്നത് നോക്കിയിട്ട് ആ വിഭക്തിക്ക് ഉദാഹരണമായിട്ട് വരുന്ന പദം ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തും. ഇനി നാലാമത്തത് ഓട് ആണ് സംയോജികയുടെ പ്രത്യയം. ഓട് എന്നുള്ള പ്രത്യയമാണ് സംയോജികയെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, രാമനോട്, സീതയോട്, ജനത്തോട്, മരത്തോട് എന്നൊക്കെ പറയുമ്പോൾ അത് ഇതാണ്. ഇനി അടുത്തത് ക്രിയയുടെ ഫലം ആർക്കുതകുന്നുവോ, ആർക്ക് പ്രയോജനപ്പെടുന്നുവോ ആ നാമം, ആർക്കാണ് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ ആ നാമം വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക എന്നറിയും. ക്രിയയുടെ ഫലം ആർക്കുതകുന്നുവോ ആ നാമം വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക. നാലാമത്തെ വിഭക്തി. ഉദ്ദേശികക്ക് ക്ക്, ന് എന്ന് രണ്ട് പ്രത്യയങ്ങൾ പറയുന്നത്. ശരിക്കും പ്രത്യയം എന്നാണ്. ഊ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്നത്, അതാണ് എന്ന് പറയുന്നത്. സമ്പ്രദോകാരം പോലെ ഉള്ളത്. ന് അത് നമ്മൾ രണ്ട് പ്രത്യയങ്ങൾ ഇതിന് പറയും. സീതയ്ക്ക്, ജനത്തിന്, മരത്തിന്, രാമന് ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഉദ്ദേശിക വിഭക്തി നാലാമത്തെ വിഭക്തിയാണ്. ക്രിയയുടെ ഫലം ആർക്കാണോ പ്രയോജനപ്പെടുന്നത് അയാള് വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക വിഭക്തി. പ്രത്യയം ന്. അപ്പൊ നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല, പ്രതിഗ്രാഹികയ്ക്ക് ഏ ആണ് പ്രത്യയം, സംയോജികയ്ക്ക് ഓട്, ഉദ്ദേശികയ്ക്ക് ന്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, അപ്പൊ നമുക്ക് തെറ്റ് വരില്ല. ഇനി അടുത്തത് പ്രയോജിക എന്നാണ് അടുത്ത വിഭക്തി. ക്രിയ നടന്നതിൻ്റെ കാരണത്തെ കാണിക്കുന്ന വിഭക്തി, അതാണ് പ്രയോജിക. ക്രിയ നടന്നതിൻ്റെ കാരണം കാണിക്കും. മഴ കാരണം കളി നടന്നില്ല നമ്മൾ പറയട്ടെ, അതുപോലെ ആ കാരണത്തെ കാണിക്കും. മഴ കാരണമായി എന്ന് പറയുന്നത്. ഇനി ക്രിയ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണവും ഈ വിഭക്തിയിലാണ് വരുന്നത്. വാള് കൊണ്ട് വെട്ടി, വടി കൊണ്ട് അടിച്ചു. ഇങ്ങനെ കൊണ്ട് എന്നുള്ള പ്രത്യയം ചേർന്ന് വരും. ആൽ എന്നുള്ള പ്രത്യയവും കൊണ്ട് എന്നുള്ള ഗതിയും ഇതിൻ്റെ പ്രയോജികയുടെ പ്രത്യയമായി വരും. അതായത് രാമനാൽ, സീതയാൽ, മരത്താൽ, ജനത്താൽ എന്നൊക്കെ ഇങ്ങനെ ആൽ ചേർന്ന് വരും. രാമനെ കൊണ്ട്, സീതയെ കൊണ്ട്, മരം കൊണ്ട്, ജനത്താൽ, ജനം കൊണ്ട് എന്നുള്ള ഒരു ഇത് വരത്തില്ല, ജനത്തെ കൊണ്ട് എന്ന് പറയണം. ജനത്തെ കൊണ്ട്, അങ്ങനെ ഗതി ചേർന്ന് കൊണ്ട് എന്നുള്ളത്. അപ്പം പ്രയോജികയെ സൂചിപ്പിക്കുന്നത് ആൽ, കൊണ്ട് എന്നീ രണ്ട് വിഭക്തികളാണ്, രണ്ട് പ്രത്യയങ്ങളാണ് പ്രയോജികയെ സൂചിപ്പിക്കുന്നത്. ഇനി ആറാമത്തെ വിഭക്തിയാണ് സംബന്ധിക. സംബന്ധിക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക. നാമങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധം മാത്രമേ കാണിക്കൂ. നാമത്തിന് ക്രിയയോടുള്ള ബന്ധം ഒരിക്കലും സംബന്ധിക വിഭക്തി കാണിക്കും. കേട്ടോ, നാമത്തിന് നാമത്തോടുള്ള കേട്ടോ. ഇതിന്റെ പ്രത്യയം ഇന്റെ, ഉടെ. കേട്ടോ, രാമന്റെ, സീതയുടെ, മരത്തിന്റെ, ജനങ്ങളുടെ. രാമന്റെ, സീതയുടെ, മരത്തിന്റെ, ജനങ്ങളുടെ. കേട്ടോ, ഇങ്ങനെ ഇന്റെ, ഉടെ, ഇതാണ് അതിൻ്റെ പ്രത്യയമായിട്ട് വരും. സംബന്ധിക വിഭക്തി. കേട്ടോ, നാമങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം. ഇപ്പൊ രാമന്റെ കുട,
സീതയുടെ വീട് അങ്ങനെ വരും കേട്ടോ. ആ വീടും നാമമാണ്, സീതയും നാമമാണ്. ഉണ്ട് എങ്ങനെ വരും? മരത്തിന്റെ ചുവട്, ജനങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ന്റെ ഉടെ, ഇതാണ് ഇതിന്റെ പ്രത്യേക സംബന്ധികൾ. ന്റെ ഉടെ നമ്മുടെ ഞാൻ നേരത്തെ തന്നെ പ്രതിഗ്രാഹിയുടെ പ്രത്യയത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. മലപ്പുറം ഭാഷയിൽ അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ഇതിലും കാണാം. കാരണം ഇവിടെ അങ്ങനെ ഉടേ എന്നുള്ള പ്രത്യയം വളരെ അപൂർവമായിട്ട് സംഭാഷണ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമുക്കറിയാം ലതേന്റെ, സീതേന്റെ, ഉമ്മാന്റെ, അമ്മേന്റെ ഉണ്ടോ അങ്ങനെ. ഉടേ എന്നുള്ള പ്രത്യയം എഴുത്ത് ഭാഷയല്ല കൂടുതൽ വരിക. ന്റെ എന്നുള്ള പ്രത്യയമാണ് ഉടേക്ക് കൂടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മലപ്പുറം ഭാഷയുടെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് നമുക്കെടുത്ത് പറയാവുന്ന ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത വിഭക്തി ആധാരിക, ക്രിയയ്ക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണ് ആധാരിക. ക്രിയയ്ക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണ് ആധാരിക. ആധാരിക വിഭക്തി. ആധാരികയുടെ പ്രത്യയം ഇൽ, ഇൽ എന്നുള്ള പ്രത്യയം കേട്ടോ. അതായത് ഇപ്പൊ പുസ്തകം എവിടെ ഇരിക്കുന്നു? അലമാരയിൽ. നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? വണ്ടിയിൽ ഉണ്ടോ, അല്ലെങ്കിൽ ബസ്സിൽ എന്നൊക്കെ നമ്മൾ പറയും. ഇൽ, ഇതാണ് ആധാരികയുടെ പ്രത്യയം കേട്ടോ. ആധാരമായിട്ട് വരും. ക്രിയയ്ക്ക് ഇരിപ്പിടമായി തീരുന്ന വസ്തുവോ സ്ഥലമോ ഒക്കെയാണ് ആധാരികയിൽ വരിക. എല്ലാ നാമങ്ങളോടും ചേരാത്ത കൽ എന്നൊരു പ്രത്യയം കൂടി ആധാരികയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വാതുക്കൽ, പഠിക്കൽ, തലയ്ക്കൽ, കടയ്ക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്ന കൽ എന്നുള്ള പ്രത്യയം. ഇനി ഇൽ ചേരുന്നതിന് അലമാരയിൽ, പുസ്തകത്തിൽ, വീട്ടിൽ, കാട്ടിൽ, നാട്ടിൽ, തോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഇല്ലെന്നുള്ള പ്രത്യയം. അപ്പൊ അത് ആധാരിക വിഭക്തിയുടെ പ്രത്യയം. അപ്പൊ നമ്മൾ 7 വിഭക്തികളാണ് നമ്മൾ പഠിച്ചത്. ആ 7 വിഭക്തികളിൽ വരുന്നത് ക്രിയയ്ക്ക് ആധാരമായിട്ട് കൽപ്പിക്കുന്ന ആധാരിക വരെയാണ്. നിർദ്ദേശിക തൊട്ട് ആധാരിക വരെ ഓരോ വിഭക്തിയുടെയും പ്രത്യയം പഠിച്ചു വെക്കുക. ആ പ്രത്യയം ചേർന്ന രൂപങ്ങൾ തന്നിട്ട് വിഭക്തി ഏതെന്ന് ചിലപ്പോൾ ചോദിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യയം തന്നിട്ട് ഇത് ഏത് വിഭക്തിയുടെ പ്രത്യയമാണെന്ന് ചോദ്യം വരാം. അതിനെ തിരിച്ചും മറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കേട്ടറ്റിന്റെ ഒരു ചോദ്യം ഈ വിഭക്തിയിൽ നിന്ന് വന്നിരുന്നു. അപ്പൊ അത് ഒക്കെ നോക്കി നമ്മൾ വിഭക്തി നമ്മൾ കൂടുതലൊന്നും പഠിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? വിഭക്തിയുടെ പേരും അവയുടെ പ്രത്യയം അത്ര അറിയാമെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് കഴിയും. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ വിഭക്തി എന്ന് പറയുന്ന ഇത് അത്രയും കാര്യങ്ങളെ വരും. അപ്പൊ നമ്മൾ വിഭക്തിയെ കുറിച്ച് പഠിച്ചു. വിഭക്തി നമുക്ക് വളരെയധികം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് സമാസങ്ങൾ എന്ന്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ വിഭക്തിയുടെ കൂടെ, വിഭക്തി കഴിഞ്ഞ് തത്സിതം, കൃത്ത്, അനുപ്രയോഗം ഇങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകാതെ സമാസങ്ങളിലേക്ക് വന്നത്. സമാസം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നോട്ട് ചെയ്ത് വെക്കുക, ലാസ്റ്റ് ചോദിക്കുക. 10 മിനിറ്റ് ഞാൻ തരും, ആ സമയത്ത് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. പ്രത്യയങ്ങളെ കൂടാതെ അന്യോന്യം ചേർച്ചയുള്ള പദങ്ങൾ
കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം. എന്താണ് സമാസം? ഉദാഹരണത്തിന് ഞാൻ പറയാം, നദി, നദി, മുഖം. അപ്പൊ നമ്മൾ നദിയുടെ മുഖം ഉണ്ടോ, പ്രത്യയങ്ങൾ ചേർന്നു. ഇനി ആ പ്രത്യയം ചേരാതെ ഉടേ എന്നുള്ള പ്രത്യയം ഒഴിവാക്കിയിട്ട് നദി, മുഖം എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ നദീമുഖം. പുലി, വാൽ, 2 പദം അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യയം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വിഘടിപ്പിച്ചേർത്താം. പുലിയുടെ വാൽ. ഉടേ ഒഴിവാക്കിയിട്ട് കൂട്ടിച്ചേർത്താൽ അതിനാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. അപ്പം പ്രത്യയങ്ങൾ ഒഴിവാക്കി അന്യോന്യം ചേർച്ചയുള്ള പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. പ്രത്യയങ്ങൾ ഒഴിവാക്കി അന്യോന്യം ചേർച്ചയുള്ള പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. അപ്പൊ സമാസത്തിന് ഞാനൊരു നിർവചനം, പ്രത്യയങ്ങളെ കൂടാതെ അന്യോന്യം ചേർച്ചയുള്ള പദം. എവിടുന്നെങ്കിലും 2 പദം എടുത്ത് ചേർത്തിട്ട് കാര്യമില്ല. ആ പദങ്ങളെ പദങ്ങൾ അന്യോന്യം ചേർച്ചയുള്ളൂ. അങ്ങനെ ചേരുന്ന പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യയം ഒഴിവാക്കും. പ്രത്യയങ്ങൾ ചേർത്ത് ഇതിനെ, അതായത് സമാസിച്ച പദത്തെ ഘടക പദങ്ങളായിട്ട് വേർപെടുത്തും. 2 പദമായിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ വിഗ്രഹിക്കുക, അല്ലെ ഘടകപദങ്ങളാക്കുക എന്ന് പറയുന്നു. നമ്മുടെ എക്സാമിന്റെ ചോദ്യങ്ങൾക്കൊക്കെ വരുന്ന താഴെ പറയുന്ന പദം എങ്ങനെ വിഗ്രഹിക്കാം എന്ന് ചോദിക്കും. കേട്ടോ, എങ്ങനെ വിഗ്രഹിക്കാം? സമാസിച്ച പദത്തെ ഘടകപദങ്ങളായിട്ട് അങ്ങനെ വേർതിരിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ വിഗ്രഹിക്കുക എന്ന് പറയുന്നത്. പണ്ട് കേട്ടതിന്റെ ചോദ്യം ഒരു 20 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഈ വിഗ്രഹിക്കാനും ഘടകപദങ്ങളാക്കാനും ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. സമാസം നേരിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചോദ്യങ്ങളിലൊക്കെ. ഈ പദത്തിലെ സമാസം ഏത് എന്ന് പ്രത്യേകം എടുത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഗ്രഹിക്കാൻ അറിഞ്ഞിരിക്കണം, അത് പ്രത്യേകം ഒഴിവാക്കി കൂട്ടിച്ചേർക്കാൻ പഠിച്ചിരിക്കണം. രണ്ടാമത്തത് അതിലെ പദങ്ങൾ, അതായത് നമ്മൾ ഘടകപദമാക്കി മാറ്റുമല്ലോ, വിഗ്രഹിക്കുമല്ലോ. വിഗ്രഹിക്കുമ്പം കിട്ടുന്ന ആദ്യ പദത്തിന് നമ്മൾ പൂർവപദം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പദത്തിന് നമ്മൾ ഉത്തരപദം എന്നാണ് പറയുക. അപ്പൊ പൂർവപദവും ഉത്തരപദം. കനകച്ചിലങ്ക എന്ന് പറഞ്ഞാൽ കനകം കൊണ്ടുള്ള ചിലങ്ക എന്ന് വിഗ്രഹിക്കും. കനകം പൂർവപദം, ചിലങ്ക ഉത്തരപദം. ക്ലിയർ ആയി? കാഞ്ചന, കാഞ്ചി. കാഞ്ചനം സ്വർണം എന്നർത്ഥം. കാഞ്ചനം, കാഞ്ചന, കാഞ്ചി. 2 പദങ്ങളാണ്. കാഞ്ചന എന്നുള്ളത് പൂർവപദവും, കാഞ്ചനം എന്ന് പറയണ്ട, കാഞ്ചന ഇതേ ഉള്ളല്ലോ അതില്. പിന്നെ കാഞ്ചി, കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം എന്ന്. സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം എന്ന വാക്കിന്റെ അർത്ഥം എഴുതരുത്. നമ്മൾ ആ പദത്തെ തന്നെ കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി എന്ന് നമുക്ക് വിഗ്രഹിക്കും. അപ്പൊ കാഞ്ചനം പൂർവപദം, കാഞ്ചി ഉത്തരപദം. ഇങ്ങനെ നമ്മൾ നദീമുഖം അല്ലെ നദീതീരം എന്ന് പറയുമ്പോൾ നദി പൂർവപദം, തീരം ഉത്തരം. ക്ലിയർ ആയിക്കാം? ഘടകപദങ്ങളിൽ ആദ്യത്തതിന് നമ്മൾ പൂർവപദം, രണ്ടാമത്തതിന് ഉത്തരപദം. അപ്പൊ ഇതിൽ ഈ ഘടകപദങ്ങളുടെ പ്രാധാന്യം നോക്കിയാണ് നമ്മൾ സമാസം ഏതെന്ന് നിശ്ചയിക്കും. ഘടകപദങ്ങളുടെ പ്രാധാന്യം
നോക്കിയിട്ടാണ് നമ്മൾ സമാസം ഏതെന്ന് നിശ്ചയിക്കുക. എന്നുവെച്ചാൽ പൂർവപദത്തിനാണോ പ്രാധാന്യം, ഉത്തരപദത്തിനാണോ പ്രാധാന്യം, അത് നമ്മൾ നോക്കും. പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് ഒരു സമാസം, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് ഒരു സമാസം, രണ്ടിനും തുല്യ പ്രാധാന്യമുള്ളത് ഒരു സമാസം, രണ്ടിനും തുല്യ പ്രാധാന്യം ഇല്ലാത്ത, അല്ലെങ്കിൽ രണ്ടിനും പ്രാധാന്യം ഇല്ലാത്തത് വേറൊരു. അപ്പൊ അങ്ങനെ 4 സമാസമാണ് ഉള്ളത്. ഘടകപദങ്ങളുടെ പ്രാധാന്യം നോക്കി. ആദ്യത്തെ ഘടകപദം ഏതാ? പൂർവപദമല്ല. അപ്പൊ ആ പൂർവപദത്തിന് പ്രാധാന്യമുള്ള ഒരു സമാസമുണ്ട്. അതിന് നമ്മൾ അവ്യയീഭാവൻ എന്നാണ് പറയുന്നത്. ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്ന ഒരു സമാസമാണ്. ഇപ്പോഴും സംസ്കൃത പദങ്ങളിലൂടെ മലയാളത്തിൽ ഈ പദം ധാരാളമായിട്ട് ഇതിലെ പദങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് അവ്യയീഭാവൻ, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷൻ. ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷൻ, പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് അവ്യയീഭാവൻ, ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യമുള്ളത്. നദീതീരം നമ്മൾ പറയുമ്പോൾ നദിയുടെ തീരമാണല്ലോ, വിഗ്രഹിച്ച് നോക്കണം, എന്നിട്ടേ സമാസം പറയാവൂ. അപ്പൊ അവിടെ നദി പൂർവപദവും തീരം ഉത്തരവും. അപ്പൊ അവിടെ നമ്മൾ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? തീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. നദിയുടെ തീരം, തീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. തീരം ഉത്തരപദമായതുകൊണ്ട് അതിലെ സമാസം ഏതെന്ന് ചോദിച്ചാൽ തൽപുരുഷ സമാസം എന്ന് നമ്മൾ ഉത്തരം പറയും. ഇനി ദ്വന്ദ്വൻ, ദ്വന്ദ്വൻ എന്ന് പറഞ്ഞ 2 പദത്തിനും തുല്യ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസത്തിൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം. അച്ഛനമ്മമാരെ ഓർമ്മിക്കുക, അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യം. ലിംഗസമത്വം. ഇനി ബഹുറീഹി, ബഹുറീഹി എന്ന് പറയുമ്പം പൂർവപദത്തിനും പ്രാധാന്യമില്ല, ഉത്തരപദത്തിനും പ്രാധാന്യമില്ല. 2 പദങ്ങൾക്കും, പദങ്ങളുടെയും ഗുണമുള്ള മറ്റൊന്നിനായിരിക്കും പ്രാധാന്യം. അത് അന്യപദ പ്രധാനമാണ് ബഹുറീഹി. ഇപ്പം ഇതിലെ ദ്വന്ദ്വ സമാസം പല കേട്ടറ്റ് എക്സാമിലും ചോദ്യം വന്നിട്ടുണ്ട്. ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ് എന്ന് പല സമയത്ത് പല ചോദ്യങ്ങളിലും വന്നിട്ടുണ്ട്, ചോദ്യ പേപ്പറുകളിലും വന്നിട്ടുണ്ട്. ദ്വന്ദ്വൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അത് നമുക്ക് കൃത്യം. ആദ്യം നമ്മൾ അവ്യയീഭാവൻ എന്ന് പറയുന്ന സമാസം വിശദമായിട്ടൊന്ന് നോക്കുക. എന്താണ് അവ്യയീഭാവ സമാസം? നമ്മൾ പറഞ്ഞതാണ് പൂർവപദത്തിന്, അതായത് ആദ്യ പദത്തിന് പ്രാധാന്യമുള്ള സമാസത്തെയാണ് നമ്മൾ അവ്യയീഭാവൻ എന്ന് പറയും. ആദ്യ പദം പൂർവപദത്തിന്. എപ്പോഴും നമ്മൾ സമാസം നിർണയിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, വിഗ്രഹിച്ചിട്ടല്ലാതെ സമാസം പറയരുത്. വിഗ്രഹിച്ച് നോക്കണം. ആദ്യം അതിനെ എന്ത് ചെയ്യുക? വിഗ്രഹിക്കുക. വിഗ്രഹിച്ചിട്ട് വേണം പൂർവപദം ഉത്തരപദം 2 കണ്ടെത്തുക. വിഗ്രഹിച്ചിട്ട് ആദ്യം നിൽക്കുന്ന ഏതാന്ന് നോക്കുക, അതാണ് പൂർവപദം. വിഗ്രഹിച്ചിട്ട് രണ്ടാമത് നിൽക്കുന്ന ഏതാണോ അതാണ് ഉത്തരപദം. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സരസം, വിഗ്രഹിക്ക്, രസത്തോടുകൂടി. അപ്പൊ ആദ്യ പദം ഏതാ? രസം. അവിടെ കൂടിക്കല്ല പ്രാധാന്യം, രസത്തിനാണ്. കൂടിക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല, രസത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറയും? അവ്യയീഭാവൻ എന്ന്. സവിനയം, വിനയത്തോടുകൂടി. വിനയത്തിന് പ്രാധാന്യം. പൂർവപദത്തിന് പ്രാധാന്യം വന്നുകൊണ്ട് അവ്യയീഭാവൻ. സരസം, സവിനയം, സസന്തോഷം, സസ്നേഹം, സാദരം,
കേട്ടോ. സോത്സാഹം, സ അധിക ഉത്സാഹ, അതാണ് സന്ധി അനുസരിച്ച് സോത്സാഹം. സാഭിമാനം, സാദരം, കണ്ടോ, ഒക്കെ അതോടുകൂടി എന്നുള്ള അർത്ഥം അവിടെ കിട്ടും. ഇനിയും ഭക്തിപൂർവം, അടുത്തത് ഭക്തിയോടുകൂടി. പൂർവപദം ഏതാ? ഭക്തി. അപ്പൊ ഭക്തിക്ക് പ്രാധാന്യം, കൂടിക്കല്ലല്ലോ പ്രാധാന്യം. അങ്ങനെ നോക്കണം. സ്നേഹപൂർവം, കണ്ടോ, സ്നേഹത്തോടുകൂടി, സ്നേഹത്തിന് പ്രാധാന്യം. ആദരപൂർവം, അഭിമാനപൂർവം അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അഭിമാനപൂർവം, അഭിമാനത്തോടു കൂടി. അവിടെയൊക്കെ എന്തിനാ പ്രാധാന്യം? ആദ്യ പദത്തിനാ. കൂടിയാണ് രണ്ടാമത് വരുന്നത്, കൂടിക്ക് പ്രാധാന്യം ഇല്ല, ആദ്യ പദത്തിനാണ്. ഇനി യഥാവിധി, വിധിക്കനുസരിച്ച്. വിധിയോട് കൂടി എന്ന് വിഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് വിധിക്കനുസരിച്ച്. യഥാവിധി, വിധിക്ക് പ്രാധാന്യം. യഥാക്രമം, ക്രമം അനുസരിച്ച് വരും. ക്രമത്തിനാണ് അവിടെ പ്രാധാന്യം. യഥാക്രമം. യഥാകാലം, കാലത്തിനനുസരിച്ച്. യഥേഷ്ടം, ഇഷ്ടം പോലെ. വിഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ഇഷ്ടം പോലെ, ഇഷ്ടത്തിന് പ്രാധാന്യം. യഥാച. ഇനി പ്രതിദിനം, ദിനം തോറും, അവിടെ ദിനത്തിനാ പ്രാധാന്യം, തോറും എന്നുള്ള. പ്രതിമാസം, മാസം തോറും. പ്രതിവാരം, വാരം തോറും. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ വിഗ്രഹിക്കും പ്രതി. അപ്പൊ അവിടെ പ്രതിക്കല്ല അവിടെ പ്രാധാന്യം വരും, ദിനത്തിന്. പ്രതിദിനം, ദിനം തോറും വിഗ്രഹിച്ചിട്ട് പറയണം. പ്രതിദിനം എന്ന് നോക്കിയിട്ട് നമ്മൾ സമാസം എഴുതിയ പ്രതി ആദ്യം ഇരിക്കുന്നത്, അതുകൊണ്ട് അത് അങ്ങനെ എഴുതി വെക്കരുത്, ശ്രദ്ധിച്ചോ. അത് ഏത് പദം കിട്ടിയാലും വിഗ്രഹിച്ചതിന് ശേഷമേ സമാസം എഴുതാവൂ. അതാണ് സമാസത്തെ സംബന്ധിച്ച് ആദ്യം അറിയേണ്ട ഉറപ്പായ നിയമം. അത് വിഗ്രഹിക്കുക, അതിന് ശേഷം രണ്ട് പദവും നോക്കുക, ഏതിനാണ് പ്രാധാന്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സമാസം. അനുദിനം, ഉണ്ടോ, ദിനം തോറും. അനുനിമിഷം, നമ്മൾ പറയത്തില്ലേ, നിമിഷം തോറും. അനുക്ഷണം, ക്ഷണം തോറും. ഇങ്ങനെ ദിനം തോറും, ദിനത്തിനാണ് അവിടെ പ്രാധാന്യം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മള് അവീഭാവനില് വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ആദ്യ പദത്തിനാണ് പ്രാധാന്യം നമ്മൾ കണ്ടു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. കേട്ടോ, സ പൂർവം യഥാ പ്രതി അനു. സ പൂർവം യഥാ പ്രതി അനു. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു. സായുണ്ട്, പൂർവമുണ്ട്, യഥായുണ്ട്, പ്രതിയുണ്ട്, അനുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പദങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ മിക്കവാറും ഉറപ്പായിട്ട് അത് അവ്യയീഭാവ സമാസമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പൊ അവ്യയീഭാവനാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു. എന്താ? സ പൂർവം യഥാ പ്രതി അനു. ഈ പദങ്ങളൊക്കെ അതിനകത്ത് കാണും, ആ പദത്തിൽ സമാസിച്ച പദത്തിനകത്ത് കാണും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് എഴുതും. ഓക്കെ അല്ലേ? അപ്പൊ അവ്യയീഭാവ സമാസം, പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസത്തെയാണ് നമ്മൾ അവ്യയീഭാവൻ എന്ന് പറയുക. രണ്ടാമത്തെ സമാസത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ സമാസം? തത്പുരുഷൻ എന്നാണ് പറയുന്നത്. തത്പുരുഷൻ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദ്യം വന്നിട്ടുള്ള സമാസമാണ് തത്പുരുഷൻ. തത്പുരുഷന്റെ പ്രത്യേകത എന്താ? ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തത്പുരുഷൻ. തത്പുരുഷനകത്തെ ആദ്യ പദം ഒരു വിശേഷണ ശബ്ദമായിരിക്കും, രണ്ടാമത്തെ പദം വിശേഷ്യം. ഇപ്പൊ ചന്ദനക്കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം
കൊണ്ടുള്ള കട്ടിൽ. ചന്ദന കട്ടിൽ. ഇങ്ങനെ നമ്മൾ പറയും ചന്ദന വളം അല്ലെങ്കിൽ ചന്ദന കുട ഉണ്ടോ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചന്ദനം നിറച്ച കുട എന്നൊക്കെ പറയും. അപ്പൊ അവിടെ തൽപുരുഷനകത്ത് ആദ്യ പദം ചന്ദന, രണ്ടാമത്തെ പദം എന്താണ് വരുന്നത്? ഇപ്പൊ ചന്ദന ചോല അല്ലെങ്കിൽ ചന്ദന കുടം അല്ലെങ്കിൽ ചന്ദന കട്ടിൽ ഉണ്ടോ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അവിടെ രണ്ടാമത്തെ പദം കട്ടിലിനാണ് അവിടെ പ്രാധാന്യം, കുടത്തിനാണ് അവിടെ പ്രാധാന്യം. തൽപുരുഷൻ എന്ന് പറയും. നദീതീരം എന്ന് പറയുമ്പോൾ അവിടെ തീരത്തിനാണ് പ്രാധാന്യം. അപ്പൊ തൽപുരുഷൻ. പുലിവാൽ എന്ന് പറയാ പുലിയുടെ വാലാണ്. അവിടെ വാലിന്റെ കാര്യം നമ്മൾ എടുത്തു പറയും. വാലിനാ പ്രാധാന്യം, പുലിക്കല്ല. പറഞ്ഞ മനസ്സിലായി. കൃഷിഭൂമി എന്ന് പറയുമ്പോൾ കൃഷിക്കുള്ള ഭൂമി. അപ്പൊ നമ്മൾ കൃഷിക്ക് കയറി പ്രാധാന്യം കൊടുത്തു കളയും. ആ ഭൂമിയുടെ കാര്യം നമ്മൾ അവിടെ പറയും. കൃഷിഭൂമി നികത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. പറയുമ്പോൾ ആ ഭൂമി നികത്തുന്നത് ഭൂമിക്കാണ് കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇനി ഈ തൽപുരുഷൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. 12 രീതിയിലാണ് ഈ തൽപുരുഷൻ ഉള്ളത്. നമ്മൾ ഈ 12 കേൾക്കുമ്പോൾ ഞെട്ടണ്ട, അങ്ങനൊന്നും ഇല്ല. അതിനകത്ത് നമുക്ക് എളുപ്പമുണ്ട്. എളുപ്പം അത് ഓരോന്നും നമുക്ക് കണ്ടെത്താൻ വെച്ചാൽ ഓരോ തൽപുരുഷനും എങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ ഇതും നമുക്ക് നോക്കാം. നമുക്ക് ചിലപ്പോൾ വിഭജനമൊന്നും എക്സാമിന് വന്നോന്ന് വരത്തില്ല. തൽപുരുഷൻ മാത്രമാണ് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം ഉണ്ടോന്ന്. ഈ തൽപുരുഷൻ നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? ഞാൻ ഈ ഓരോന്നിനും ഈ 2-3 ഉദാഹരണങ്ങളൊക്കെ തരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പദങ്ങൾ വിഗ്രഹിക്കാൻ പഠിക്കുക, ഒപ്പം തന്നെ വിഗ്രഹിച്ചിട്ട് അതിനകത്ത് പദങ്ങളുടെ പ്രാധാന്യം കണ്ടെത്തുക, സമാസം വേഗത്തിൽ എഴുതാൻ പരിശീലിക്കുക. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വിഭക്തി അനുസരിച്ച് നമുക്ക് 7 വിധത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. 7 വിധത്തിൽ. ഒന്നാമത്തെ തൽപുരുഷന്റെ പേര് നിർദ്ദേശികാ തൽപുരുഷൻ. നിർദ്ദേശികയ്ക്ക് പ്രത്യേകം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അത് വിഗ്രഹിക്കുന്നത് എന്നുള്ള അപ്പൊ ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന ഭൂമി. ശിബി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ശിബി എന്ന ചക്രവർത്തി. കേരള രാജ്യം അല്ലെ കേരള സംസ്ഥാനം എന്ന് പറയാ കേരളം എന്ന സംസ്ഥാനം. ഹിമാലയ പർവ്വതം ഉണ്ടോ, ഹിമാലയം എന്ന പർവ്വതം. നമ്മൾ ആ പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്, ഭൂമിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവിടെ ആ ഭൂമിയുടെ പേരല്ല, പർവ്വതത്തിന്റെ പേരല്ല കേട്ടോ. ആ പേര് നിർദ്ദേശിക്കുന്നത് കൊണ്ടാണ് അതിന് നിർദ്ദേശികാ തൽപുരുഷൻ എന്ന് പേര് വന്നത്. ഇവിടെ ഉത്തരപദത്തിന് പ്രാധാന്യം വരും. നമ്മൾ നിർദ്ദേശിക വിഭക്തി കൊണ്ട്, നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ലാത്തത് കൊണ്ട് നമ്മൾ നിർദ്ദേശികയുടെ പ്രത്യയത്തിന് പകരം നമ്മൾ എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ വിഗ്രഹിക്കും. അപ്പം മാതൃഭൂമി പത്രം എന്ന് പറയാം, മാതൃഭൂമി എന്ന പത്രം. മനോരമ പത്രം ഉണ്ടോ, മനോരമ എന്ന പത്രം ഇടും. ദേശാഭിമാനി പത്രം, ദേശാഭിമാനി എന്ന പത്രം ഉണ്ടോ. ഇങ്ങനെ എന്ന ചേർന്ന്. പ്രതിഗ്രാഹിക തൽപുരുഷൻ, രണ്ടാമത്തെ തൽപുരുഷൻ പ്രതിഗ്രാഹിക. ഉടനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യേകം ഓർമ്മ വരണം. അതാണ് നമ്മള് വിഭക്തി അത്ര കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളതാണ് കേട്ടോ. പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് വിഗ്രഹിക്കണം. അതിനെ ഓരോ സമാസത്തിനും തൽപുരുഷ സമാസത്തിനും ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ വീതം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പ്രതിഗ്രാഹിക തൽപുരുഷനാണല്ലോ. പ്രതിഗ്രാഹിക തൽപുരുഷന്റെ പ്രത്യേകം എന്താണ്? ആണ്.
അപ്പൊ എ വെച്ചിട്ട് നമ്മൾ വിഗ്രഹിക്കും. മരം കൊത്തി, മരത്തെ കൊത്തുന്നത്. ആളെ കൊല്ലി, ആളിനെ കൊല്ലുന്നത്. കണ്ടോ? ആളെ കൊല്ലി, ആളിനെ കൊല്ലുന്നത്. മൂന്നാമത്തെ സംയോജികാ തൽപുരുഷൻ. സംയോജികാ തൽപുരുഷൻ എന്ന് പറയുമ്പം ദേശാഭിമാനം എന്നുള്ള പദം എടുത്ത് ദേശത്തോടുള്ള അഭിമാനം, ദേശാഭിമാനം. ദേശഭക്തി എന്നുള്ള പദം ദേശത്തോടുള്ള ഭക്തി. ഉണ്ടോ? ഓട് എന്നുള്ള പ്രത്യയം ചേർത്ത് വിഗ്രഹിക്കും. അത് നമ്മൾ സംയോജികാ തൽപുരുഷൻ എന്ന് പറയും. ചിലപ്പോൾ എക്സാമിന് ചിലപ്പം സംയോജിക പ്രതിഗ്രാഹ്യ എന്നൊന്നും കാണില്ല. തൽപുരുഷൻ എന്ന് മാത്രമേ നമുക്ക് ചോയ്സിൽ കാണൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൽപുരുഷനാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ പദം ദേശത്തോടുള്ള അഭിമാനം. അഭിമാനത്തിന് അവിടെ പ്രാധാന്യം. ഗുരുഭക്തി, ഗുരുവിനോടുള്ള ഭക്തി ഉണ്ടാവും. അവിടെ ഭക്തിക്കാണ് പിതൃഭക്തി, മാതൃഭക്തി, ദേശഭക്തി ഉണ്ടോ? നിനക്ക് വരുമ്പോൾ ഓട് അത് വെച്ചിട്ട് നമ്മൾ വിഗ്രഹിക്കും. മാതൃഭക്തി, മാതാവിനോടുള്ള ഉണ്ടോ? ഇനി നാലാമത്തെ തൽപുരുഷൻ നമുക്ക് നോക്കാം. ഉദ്ദേശികാ തൽപുരുഷൻ എന്ന് പറയും. ഉദ്ദേശികയുടെ വിഭക്തി, ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം മനസ്സിൽ വരട്ടെ. അതാണ് ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം. ഞാൻ 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൃഷിക്കുള്ള ഭൂമിക്ക് ഉണ്ടോ? ഉദ്ദേശിക തൽപുരുഷൻ. യാഗശാല അടോ, യാഗത്തിനുള്ള ശാല ഉണ്ടോ? രണ്ടെണ്ണം ഞാൻ ഉദാഹരണമായിട്ട് കൊടുത്തു. കളിവീട്, കളിക്കുന്നതിന് ഉള്ള വീട്, അല്ലെ കളിക്കുള്ള വീട് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഉണ്ടോ? ഈ 2 പ്രത്യയങ്ങൾ ചേർത്ത് നമ്മൾ വിഗ്രഹിക്കും. അതാണ് ഉദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് പ്രയോജികാ തൽപുരുഷൻ. അഞ്ചാമത്തെ എന്താ? പ്രയോജികാ തൽപുരുഷൻ. ഇവിടെ മരക്കട്ടിൽ, മരം കൊണ്ടുള്ള കട്ടിൽ ഉണ്ടോ? മരക്കട്ടിൽ. കനകച്ചിലങ്ക, കനകം കൊണ്ടുള്ള ചിലങ്ക ഉണ്ടോ? കനകം കൊണ്ടുള്ള. ഇനി കനകത്താലുള്ള എന്നായാലും ശരിയാ, മരത്താലുള്ള കട്ടിൽ എന്ന് പറഞ്ഞാലും ശരിയാണ്. കൊണ്ട് 2 പ്രത്യയമുണ്ട്. അപ്പം അത് വെച്ചിട്ട് മൺപാത്രം, മണ്ണ് കൊണ്ടുള്ള പാത്രം, അല്ലെ മണ്ണിനാലുള്ള ഉണ്ടോ? പ്രയോജിക തൽപുരുഷൻ. പ്രയോജിക വിഭക്തി നമ്മുടെ മനസ്സിൽ ഇരിക്കും. അപ്പൊ പ്രയോജിക കൊണ്ട് നമുക്ക് വിഗ്രഹിക്കാം. ഏത് പദം കിട്ടിയാലും ആദ്യത്തെ വിഭക്തി മുതൽ ഇങ്ങോട്ട് വിഗ്രഹിച്ച് നമുക്ക് കൃത്യമായ അർത്ഥം കിട്ടുന്നത് മാത്രം എടുക്കും. മരം കൊണ്ടുള്ള കട്ടിൽ എന്നുള്ള മരക്കട്ടിൽ വിഗ്രഹിച്ച് നോക്കും. മരത്തെ കട്ടിൽ ശരിയാകത്തില്ല. മരത്തോട് കട്ടിൽ ശരിയാകുമോ? ഇല്ല. മരത്തിന് കട്ടിൽ ശരിയാകുമോ? ഇല്ല, അർത്ഥമില്ല. മരം കൊണ്ടുള്ള കട്ടിൽ ശരിയാകും കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുത്ത് വിഗ്രഹിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ തൽപുരുഷൻ ഇങ്ങനെ കണ്ടു. നമുക്ക് അത് എളുപ്പമാണ് കേട്ടോ. വിഭക്തി അറിയണം, അതിന്റെ പ്രത്യയം അറിയണം. ഈ സംബന്ധിക തൽപുരുഷൻ, പ്രയോജിക തൽപുരുഷൻ ഒന്നും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പരീക്ഷയ്ക്ക് നമുക്ക് വരുന്ന എന്താ? തത്പുരുഷൻ മാത്രമാണ്. അവ്യയി ഭാവൻ, തൽപുരുഷൻ, ദ്വന്ദ്വൻ, ബഹുറിഹി, 4 ചോയ്സ് അങ്ങനെ തരത്തെ. പിന്നെ ഈ തൽപുരുഷന്റെ ചില വകഭേദങ്ങൾ ചോദ്യം വരാം. അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ അടുത്തത് സംബന്ധികാ തൽപുരുഷനാണ് നമ്മൾ അടുത്തത് പറയുന്നത്. എന്താണ് സംബന്ധികാ തൽപുരുഷൻ എന്ന് പറയുന്നത്? സംബന്ധികാ തൽപുരുഷൻ എന്ന് പറയുമ്പോൾ മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ് ഉണ്ടോ? നദീതീരം, നദിയുടെ തീരം. ഏതിന്റെ പ്രത്യയമാണെടുത്ത? സംബന്ധികയുടെ പ്രത്യയമായത് കൊണ്ടാണ് ഇന്ത്യയുടെ അത് ചേരുന്ന വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ തൽപുരുഷന് സംബന്ധികാ തൽപുരുഷൻ എന്നൊരു പേര് കൊടുക്കുക. വെയിൽ നാളം വിഗ്രഹിക്കുക. വെയിലിന്റെ നാളം, വെയിലിന്റെ നാളം.
ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ വിഗ്രഹിക്കും. അപ്പോ പിടികിട്ടി. ആലിൻ കൊമ്പ്, ആലിന്റെ കൊമ്പ് ഉണ്ടാവും. കൊമ്പിനെ അവിടെ പ്രാധാന്യം. രാമബാണം, രാമന്റെ ബാണം, ബാണത്തിന് അവിടെ ഇടാം. രാവണ ഭവനം, രാവണന്റെ ഭവനം. രാജ കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരം ഉണ്ടാവും. സംബന്ധിക അങ്ങനെ വിഗ്രഹിക്കും. ഉടെ എന്നീ ഇടും. സംബന്ധിക എന്ന് ചിലപ്പോ നമുക്ക് ചോയ്സിലില്ലെങ്കിൽ തൽപുരുഷനുണ്ടോ നോക്കുക, അത് ഉത്തരം. ഇനി 7ാമത്തെ തൽപുരുഷനാണ് ആധാരികാ തൽപുരുഷൻ. 7ാമത്തെ തൽപുരുഷനാണ് ആധാരികാ തൽപുരുഷൻ. ആധാരികാ തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ആധാരികാ വിഭക്തിയുടെ പ്രത്യയമായ ഇൽ കൊണ്ട് വിഗ്രഹിക്കും. ഇൽ, ഇൽ അല്ലെങ്കിൽ ഇലേ. സ്വർഗോദ്യാനം, സ്വർഗത്തിലെ ഉദ്യാനം. സ്വർനദി, സ്വർനദി, സ്വർഗത്തിലെ നദി നമ്മൾ വെക്കും. പല്ലുകുത്തി, പല്ലിൽ കുത്തുന്നത്. ചെവിത്തോണ്ടി, ചെവിയിൽ തോണ്ടുന്നത്. തലവേദന, തലയിലെ വേദന. കടലാന, കടലിലെ ആന. കടലാമ, കടലിലെ ആമ. ഉണ്ടോ? ഒന്നുകിൽ ഇലെ എന്ന് വിഗ്രഹിക്കും, അല്ലെങ്കിൽ ഇൽ എന്ന് കൽ ചേർത്ത് വിഗ്രഹിക്കും. കൂടുതൽ ഇൽ എന്നുള്ള പ്രത്യയം ചേർത്താണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ആധാരികാ തൽപുരുഷൻ എന്നാണ് പറയുക. ആധാരികാ തൽപുരുഷൻ. ആധാരികാ തൽപുരുഷൻ എന്ന് പറയുമ്പം ആധാരിക വിഭക്തിയുടെ പ്രത്യയം കൊണ്ട് വിഗ്രഹിക്കും. ഇൽ എന്നുള്ള പ്രത്യയം കൊണ്ട് വിഗ്രഹിക്കും. അപ്പൊ നമ്മൾ 7 വിഭക്തിയുടെയും തൽപുരുഷൻ കണ്ടു. ഈ 7 വിഭക്തി ചോദ്യത്തിൽ ചിലപ്പോൾ കാണില്ല. തൽപുരുഷൻ, ഇതെല്ലാം തൽപുരുഷനാണ്. അത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എല്ലാത്തിലും 2ാമത്തെ പദത്തിനാണ് പ്രാധാന്യം. അത് നിർദ്ദേശിക തൽപുരുഷനായാലും പ്രതിഗ്രാഹിക തൽപുരുഷൻ, അത് ലാസ്റ്റ് ചോദിക്കും. കേട്ടോ, ലാസ്റ്റ് ഞാൻ 10 മിനിറ്റ് തരാം. നമ്മൾ ഇതിനിടയ്ക്ക് പറയുമ്പോഴേ അതൊരു ഇതായിട്ട്. അപ്പോ സംഗതി മനസ്സിലായില്ലേ? അതായത് നിർദ്ദേശിക, അത് സംശയം നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മൾ പറഞ്ഞെന്താ? നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. 7 വിഭക്തിയാണ്. അതനുസരിച്ച് 7 തൽപുരുഷൻ. ആ തൽപുരുഷനകത്ത് ഇപ്പം നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഈ പദങ്ങളിൽ ഏതെങ്കിലും തന്നിട്ട് നമ്മളോട് പറയാണ് ഏത് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേട്ടോ, നമ്മൾ എന്ത് ചെയ്യുക? തൽപുരുഷൻ അതായിരിക്കും ചില മിക്കവാറും നമുക്കിതിൽ കാണാം. വിഗ്രഹിക്കുക. 2ാമത്തെ പദത്തിനാണോ പ്രാധാന്യം എന്ന് നോക്കുക. 2ാമത്തെ പദം എപ്പോഴും വിശേഷ്യമായിരിക്കും. ആദ്യത്തത് വിശേഷണവും. അത് നമ്മൾ നോക്കിയാൽ മതി. വിശേഷ്യത്തിനാണല്ലോ പ്രാധാന്യം. അത് നോക്കിയിട്ട് നമുക്ക് അത് തത്പുരുഷനാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും നിർണയിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ 7 തൽപുരുഷനാണ് ഇവിടെ പഠിച്ചത്. 7 തൽപുരുഷനെ കൂടാതെ ഇനി ഒരു 5 തൽപുരുഷൻ കൂടി ഉണ്ട്. കാരണം വിഭക്തി കൊണ്ട് മാത്രം അല്ലാതെ വിഗ്രഹിക്കാൻ കഴിയുന്ന ഒരു 5 തൽപുരുഷൻ ഉണ്ട്. വിഭക്തി കൊണ്ട് മാത്രമല്ലാതെ വിഗ്രഹിക്കാൻ കഴിയുന്ന 5 തൽപുരുഷൻ. ആ 5 തൽപുരുഷനിൽ ആദ്യത്തതാണ് കർമ്മധാരയൻ. ആദ്യത്തത് കർമ്മധാരയൻ. കർമ്മധാരയൻ എന്ന് പറയുമ്പോൾ വിശേഷണവും വിശേഷ്യവും ഒരേ വിഭക്തിയിൽ വരുന്ന തൽപുരുഷൻ. വിശേഷണവും വിശേഷ്യവും ഒരേ വിഭക്തിയിൽ വരുന്ന തൽപുരുഷൻ. ഒരേ വിഭക്തിയിൽ വരുന്ന നമ്മൾ സമാനാധികരണം എന്നാ പറയും. വിശേഷണവും വിശേഷ്യവും
സമാനാധികരണമായി വരുന്ന തൽപുരുഷൻ. രണ്ടും ഒരേ വിഭക്തി ആയിരിക്കും. അപ്പൊ നമുക്ക് ഏത് വിഭക്തി വെച്ചിട്ട് വിഗ്രഹിക്കണം എന്നുള്ളൊരു സംശയം വരും. അത് വേണ്ട. അപ്പൊ അവിടെ നമുക്ക് വിഭക്തി ഉപയോഗിക്കുകയേ വേണ്ട, ആയ എന്ന് ചേർത്ത് വിഗ്രഹിക്കും. അപ്പൊ കർമ്മധാരയൻ എന്ന് പറയുന്ന തൽപുരുഷ സമാസ, തൽപുരുഷന്റെ ഒരു വകഭേദ കർമ്മധാരയൻ. വിശേഷണവും വിശേഷവും ഒരേ വിഭക്തിയിൽ. അപ്പൊ ഏതിന്റെ വിഭക്തി എടുത്തിട്ട് നമ്മൾ വിഗ്രഹിക്കും എന്നൊരു സംശയം വരും. ആ സംശയത്തിന് ഇതില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആയ എന്ന് ചേർത്ത് വിഗ്രഹിച്ച ആയ. ഇനി ഈ ഇതിലെ വരുന്ന വിശേഷണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു നിറം അല്ലെങ്കിൽ ഒരു ഗുണം. നിറമോ ഗുണമോ പൂർവപദമായിട്ട് വരും കേട്ടോ. നിറമോ ഗുണമോ വിശേഷണമായിട്ട് വരും. അത് നോക്കിയാൽ മാത്രം മതി നമുക്ക് കേട്ടോ. പച്ച പട്ട് എന്ന് പറയുമ്പോൾ എന്താ? പച്ചയായ പട്ടെന്ന് നമ്മൾ വിഗ്രഹിക്കും. പച്ചയെ പട്ടെന്നൊന്നും നമുക്ക് വിഗ്രഹിക്കാൻ ഒക്കത്തില്ലല്ലോ. പച്ചയെ പട്ട്, പച്ച എന്ന പട്ട് ഒന്നും പറ്റില്ല. വിഭക്തി ചേർത്ത് ഇങ്ങനെ വിഗ്രഹിച്ച് നോക്കിയാൽ മതി, നമുക്ക് തെറ്റില്ല. കൃത്യമായിട്ട് പച്ചയോട് പട്ട് അർത്ഥമില്ല, പച്ചയ്ക്ക് പട്ട് അർത്ഥമില്ല. ഉണ്ടോ? പച്ച കൊണ്ട് പട്ട് അർത്ഥമുണ്ടോ? ഇല്ല. പച്ചയുടെ പട്ട്, പച്ചേന്റെ പട്ട് ഒന്നും പറ്റില്ല. ഇതിന്റെ പച്ചയുടെ പട്ട്, പച്ചേന്റെ പട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി പച്ചയിൽ പട്ട് പറ്റില്ല. ഉണ്ടോ? വിഭക്തി ഒരു വിഭക്തി കൊണ്ട് വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടാണ് വിഗ്രഹിക്കാൻ പറ്റാത്ത? രണ്ടിലെയും വിഭക്തി ഒന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് വിഗ്രഹിക്കാൻ പറ്റാത്ത. അപ്പൊ അവിടെ നമ്മൾ ആയ ചേർത്ത് വിഗ്രഹിക്കും കേട്ടോ. പച്ചയായ പട്ട്. വേണമെങ്കിൽ പച്ച നിറമുള്ള പട്ടെന്ന് പറയാം. നിറം വരുവാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ രണ്ട് ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി എന്നും വിഗ്രഹിക്കാം, മഞ്ഞ നിറമുള്ള കിളി എന്നും വിഗ്രഹിക്കാം. കണ്ടോ? മഞ്ഞക്കിളി ഒരു കേട്ടത്തിന് വന്ന ചോദ്യം തന്നെ. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി എന്നും വിഗ്രഹിക്കാം, മഞ്ഞ നിറമുള്ള കിളിയും. നീലമേഘം, ഉണ്ടോ? നീലയായ മേഘം, നീല നിറമുള്ള മേഘം. ഇങ്ങനെ നമ്മൾ വിഗ്രഹിക്കും ആയ ചേർത്ത്. സുന്ദര പുരുഷൻ, ഉണ്ടോ? സുന്ദരനായ പുരുഷൻ. ഗ്യാപ്പ് വേണ്ട. അപ്പൊ നമ്മള് വായിക്കുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. സുന്ദര പുരുഷൻ, സുന്ദരനായ പുരുഷൻ. മനോഹര തീരം, മനോഹരമായ തീരം. ഇങ്ങനെ വരും. ഗുണമോ നിറമോ. തടിയനായ ചെറുക്കൻ, തടിച്ചിയായ പെൺ. ഉണ്ടോ? ഇവിടൊക്കെ ആയ ഒന്നിൽ ഗുണമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നിറമായിരിക്കും. കരിവണ്ട്, കരിയായ വണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കരി എന്നുള്ള വാക്ക് ചേർന്ന കറുത്തത്. അപ്പൊ കറുത്തതായ വണ്ട്. കാർവർണ്ണൻ, പക്ഷെ അത് കർമ്മധാരേനി വരത്തില്ല. കാറിനും വർണ്ണത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അത് മാറ്റിയിടുന്നു. കരിവണ്ട് കുഴപ്പമില്ല, കറുത്തതായ വണ്ട്. മഞ്ഞയായ കിളി. കേട്ടോ? ചെമ്മീൻ എന്ന് പറയുന്ന ചുവന്നതായ മീനാണ് ചെമ്മീൻ. വിശേഷണം അതാണ്. അവിടെ നമ്മൾ ആയ ചേർത്ത് വിഗ്രഹിക്കും. അപ്പൊ വിശേഷണവും വിശേഷവും സമാനാധികരണമായതുകൊണ്ടല്ലേ ഒരേ വിഭക്തിയിൽ വരുന്ന തൽപുരുഷനെയാണ് നമ്മൾ കർമ്മധാരയൻ എന്നത്. കർമ്മധാരയ സമാസം. ഇനി രണ്ടാമത്തെ എന്താ? രൂപക തൽപുരുഷൻ. ഇവിടെ ഞാൻ 5 തൽപുരുഷൻ എന്ന് പറഞ്ഞ് നേരത്തെ 7 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 8, 9 ഇങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. അല്ല, വിഭക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വിഭക്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ചിലതിലൊക്കെ വിഭക്തി ഉപയോഗിക്കാതെ പറ്റില്ല. പക്ഷെ അല്ലാത്ത വ്യത്യസ്തമായിട്ട് നമ്മൾ വിഗ്രഹിക്കുന്നതുകൊണ്ടാണ്
ഈ പറയുന്ന 5 തൽപുരുഷൻ ഞാൻ സെപ്പറേറ്റ് ഇട്ടേക്കുന്നത്. ഇതിലെ ഓരോന്നും ചോദ്യത്തിനായിട്ട് വരും. മഞ്ഞക്കിളിയൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ച് ആയ ചേർത്ത് വിഗ്രഹം. നമ്മൾ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ നമ്മൾ വിചാരിക്കും ഇത് ഏതാണ്ട് ഒരു വലിയ പണിയാണ്. ഒരു വലിയ പണിയില്ല. എവിടെയാണ് വലിയ പണി? ഒരു വലിയ പണിയില്ല. എന്ത് ചെയ്യുക? ഓരോ വിഭക്തിയുടെയും പ്രത്യയം വെച്ചൊന്ന് വിഗ്രഹിച്ച് നോക്കിയാൽ മതി, വേർപെടുത്തി നോക്കിയാൽ മതി. അർത്ഥമുണ്ടോ അതായിരിക്കും അവിടെ നമ്മൾ നിർത്തിക്കണം. അതായിരിക്കും താല്പര്യം. നമ്മളായിട്ട് അർത്ഥം ഉണ്ടാക്കണ്ട കേട്ടോ. അല്ല, അതിനകത്ത് അർത്ഥം. ഇപ്പൊ മഞ്ഞക്കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞയെ കിളി, മഞ്ഞയോട് കിളി, മഞ്ഞയ്ക്ക് കിളി, മഞ്ഞ കൊണ്ട് കിളി, മഞ്ഞയാൽ കിളി എന്നൊന്നും പറഞ്ഞ അർത്ഥമില്ല. അപ്പോഴവിടെ നമ്മൾ എന്ത് ചെയ്യും? വിഭക്തി കഴിയുമ്പോൾ ഉടനെ ആയ ചേർത്ത് നോക്കിയാൽ മതി. മഞ്ഞയായ കിളി കണ്ടോ, അങ്ങനെ വരും. കർമ്മധാരയ സമാസം, വിശേഷണവും വിശേഷ്യവും ഒരേ വിഭക്തിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ആയ ചേർത്ത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് രൂപക തൽപുരുഷൻ. എന്താണ് രൂപക തൽപുരുഷൻ? രൂപകം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ രൂപം മറ്റൊന്നിന് കൊടുക്കുന്നതാണ് രൂപകം. അങ്ങനെ ഒരു അലങ്കാരവും കേട്ടോ, രൂപകാലങ്കാരം കേട്ടോ. അതായത് അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊല്ലരുത്. വിശേഷണവും വിശേഷ്യം, അതിൽ വിശേഷ്യത്തിന് അത് കൊടുക്കുന്നത് അതാ രൂപക തൽപുരുഷൻ. എന്നുവെച്ചാൽ വിശേഷണവും വിശേഷ്യവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന മട്ടിൽ സമാസിക്കുന്നതാണ് രൂപക തൽപുരുഷൻ. വിശേഷണവും വിശേഷ്യവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന മട്ടിൽ സമാസിക്കുന്ന തൽപുരുഷനാണ് രൂപക തൽപുരുഷൻ. രൂപക തൽപുരുഷൻ എന്നുവെച്ചാൽ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾ ഉപമ എന്ന് പറയുന്ന അലങ്കാരം പറഞ്ഞു കൊടുക്കുന്നത് സാദൃശ്യം. രൂപകം പറഞ്ഞു കൊടുക്കുമ്പം അത് ഒന്ന് തന്നെ മറ്റത് എന്നുള്ള അർത്ഥത്തിൽ. ഉൽപ്രേക്ഷ എന്ന് പറയുന്നതാകുമ്പോൾ അതുപോലെ ഇരിക്കുന്ന ഇതാണ് 3 അലങ്കാരങ്ങൾ നമ്മൾ പറയുമ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉപമ എന്ന് പറഞ്ഞാൽ സാദൃശ്യം പറയും കേട്ടോ. യവൻ പുലിയാണ് എന്നുള്ള വാചകം എടുത്തത്. യവൻ പുലിയാണ് എന്ന് പറയുമ്പോൾ അവൻ യവൻ പുലിയെ പോലെയാണെന്ന് പറഞ്ഞ ഉപമയാണ്. പോലെ, പുലിയെ പോലെ. യവനെ കണ്ടാൽ പുലിയാണോ എന്ന് തോന്നും ഉൽപ്രേക്ഷ. യവൻ പുലി തന്നെ. രൂപകം. പുലിയും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ മട്ടില് അത് യവൻ പുലി തന്നെ എന്ന് പറയും. പുലിയും യവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അങ്ങനെ പദങ്ങൾ കൂടി ചേരുന്ന. ഇപ്പൊ ജീവിത നൗക. നൗക എന്ന് പറഞ്ഞാൽ എന്താ? നൗക, വഞ്ചി, തോണി. അതാണ് ആ നൗക. തോണി. അപ്പം ജീവിത നൗക, ജീവിതമാകുന്ന നൗക. ജീവിതത്തിനും നൗകയ്ക്കും തമ്മിൽ, അതായത് വഞ്ചിക്കും തമ്മിൽ, വള്ളത്തിന്, വഞ്ചിക്ക്, തോണിക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വാത്സല്യ ദുഗ്ധം. ദുഗ്ധം എന്ന് പറഞ്ഞ പാലെന്നാണ്. വാത്സല്യ ദുഗ്ധം എന്ന് പറയുമ്പോൾ എന്താ? വാത്സല്യമാകുന്ന ദുഗ്ധം. ഇവിടെ പാലിനും വാത്സല്യത്തിനും തമ്മിൽ രണ്ടും മധുരമുള്ളൂ. രണ്ടും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അത് വാത്സല്യത്തിനും ദുഃഖത്തിനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഈ രൂപക തൽപുരുഷനിൽ അതാകുന്ന ഇത് എന്ന രീതി വിഗ്രഹിക്കും. അതാകുന്ന ഇത്. ഇവിടെ ജീവിതയാത്ര ആകുന്ന ചേർത്ത് വിഗ്രഹിക്കും. ജീവിതമാകുന്ന യാത്ര. ഇനി പ്രപഞ്ചമുകുരം. പ്രപഞ്ചമാകുന്ന മുകുരം. പ്രപഞ്ചമാകുന്ന മുകുരം ഉണ്ടോ? പ്രപഞ്ചത്തിനും മുകുരം. മുകുരം കണ്ണാടി. മുകുരം പര്യായം പഠിച്ചു വെച്ചാൽ മുകുരം കണ്ണാടി. പ്രപഞ്ചമാകുന്ന മുകുരം ഉണ്ടോ?
പിന്നെ കരമാകുന്ന അരവിന്ദ് കേട്ടോ. ഇനി പദകമലം, പദമാകുന്ന കമലം, പാദം, അതാ പറയുന്നത് പദകമലം, ഇങ്ങനെയൊക്കെ പറയും. അവിടെയൊക്കെ എന്താ ആകുന്ന ചേർത്ത് വിഗ്രഹിക്കും എന്ന് വെച്ചാൽ രണ്ടിനും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് രൂപക തൽപുരുഷൻ. ഇനി അടുത്ത മൂന്നാമത്തത് ദിഗു സമാസം. മൂന്നാമത്തത് ദിഗു സമാസം. ദിഗു സമാസം എന്ന് പറയുമ്പം പൂർവപദം സംഖ്യാവിശേഷണം. എന്നുവെച്ചാൽ ആദ്യത്തെ പദം എന്തോ ഒരു സംഖ്യ. ആദ്യത്തെ പദം എന്ത് നോക്കിയാൽ മതി? ഒരു സംഖ്യയാണോ എന്ന് നോക്കുക. ആണെങ്കിൽ അത് ദിഗു എന്ന് പറയുന്ന സമാസം. വിഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുനില, ഇരുന്നില്ല എന്ന് എഴുതിയൊക്കെ. ഇരുനില, രണ്ടു നില, മൂലോകം എന്ന് പറയുമ്പോ മൂന്ന് ലോകം, ഒരാൾ, ഒരു ആൾ ഉണ്ടോ. ഇരുനില, മൂലോകം, നാലില, നാല് ഇല ഉണ്ടോ. പഞ്ചതന്ത്രം, അഞ്ച് തന്ത്രം. പിന്നെ സപ്തസ്വരം, 7 സ്വരം. ദശാവതാരം, ദശ അവതാരം, 10 അവതാരം ഉണ്ടോ. ഇങ്ങനെ നമ്മൾ അതിനെ വിഗ്രഹിക്കും. സപ്തസ്വരം, 7 സ്വരം. ഇനി അടുത്തത് എന്താ? മധ്യമ പദലോ. 5 സമാസം ഞാൻ പറഞ്ഞതിൽ ഒന്ന് കർമ്മധാരയൻ, ആയ ചേർത്ത് വിഗ്രഹിക്കും. ആദ്യത്തെ പദം നിറമോ ഗുണമോ ആണെന്ന് നോക്കിയാൽ മതി. രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന രീതിയിൽ പറയും. ആകുന്ന ചേർത്ത് വിഗ്രഹിക്കും, രൂപക തൽപുരുഷൻ. മൂന്നാമത്തത് ഏതാ? ദിഗു സമാസം. ദിഗു സമാസം എന്ന് പറയുന്നതിൽ തൽപുരുഷനാണ്. മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യകള് ആദ്യ പദമായിട്ട് വരും. ഇനി ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇംഗ്ലീഷിലെ പദങ്ങളും വരും. 2 countries എന്നൊക്കെ പറയും. അപ്പൊ 2 ഇല്ലേ, അങ്ങനെ ഇംഗ്ലീഷിലെയും ചിലപ്പോൾ വരാം. അത്രയും നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു കയറും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ലിയർ ആയി കാണും. ദിഗു സമാസം ആദ്യത്തെ പദം ഒരു സംഖ്യയാണ്. ഇനി നാലാമത്തത് എന്താ? മധ്യമ പദലോപി. മധ്യമ പദലോപി എന്ന് പറഞ്ഞാൽ നമ്മള് വിഗ്രഹിക്കുമ്പം പൂർവപദത്തിന് ഉത്തരപദത്തിന് ഇടയ്ക്ക് ഒരു പദം കൂടി വരും. പക്ഷെ അത് സമാസിക്കുമ്പോൾ ആ ഇടയ്ക്ക് വരുന്ന പദത്തിന് നമ്മൾ മധ്യമ പദം എന്നാണ്. ആ മധ്യമ പദം സമാസിക്കുമ്പോൾ ലോപിച്ചു. ഉദാഹരണത്തിന് തീവണ്ടി, തീ വണ്ടി, 2 പദങ്ങൾ ഇല്ലേ. അതിനെ വിഗ്രഹിച്ച തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി, തീ കൊണ്ട് ഓടുന്ന വണ്ടി, രണ്ടും പറയാം. അവിടെ ആൽ ഓടുന്ന ഉണ്ടോ. ആൽ പ്രത്യയമാണ്, ഓടുന്ന ആണ് അവിടെ മധ്യമ പദം. അപ്പൊ തീവണ്ടി എന്ന് പറയുമ്പോൾ തീയാൽ ഓടുന്ന വണ്ടി, ഓടുന്ന ഉണ്ടോ, അതാ മധ്യമ പദം. അത് ലോപിച്ചു പോകും, പ്രത്യയവും ലോപിച്ചു. തീപ്പെട്ടി, തീപ്പെട്ടി എന്ന് പറയുമ്പോൾ തീ ഉണ്ടാക്കുന്നതിനുള്ള പെട്ടി, തീ ഉണ്ടാക്കുന്നതിനുള്ള പെട്ടി ഉണ്ടോ. ഉണ്ടാക്കുന്നതിനുള്ള ലോപിച്ചു പോകും, മധ്യമ പദം ലോപിച്ചു പോകും. ആ തൽപുരുഷനെയാണ് നമ്മൾ മധ്യമ പദലോപി. തീവണ്ടിയൊക്കെ പല കേട്ടിട്ട് ചോദ്യങ്ങളിലും വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. പഴക്കട ഉണ്ടോ, പഴം വിൽക്കുന്ന കട, വിൽക്കുന്ന, അത് ലോപിച്ചു. അതാണ് അപ്പൊ മധ്യമ പദം ലോപി. ഭോജനശാല, ഭോജനശാല ഉണ്ടോ, ഭോജനം വിൽക്കുന്ന ശാല. വിൽക്കുന്ന ശാലയാകുമ്പോൾ അവിടെ ചെന്ന് വാങ്ങി കഴിക്കുക. അപ്പൊ ഭോജനം കഴിക്കുന്ന ശാല, അല്ലെ ഭക്ഷ്യശാല, ഭക്ഷ്യം വിൽക്കുന്ന ശാല ഉണ്ടോ. ഇങ്ങനെ നമ്മൾ വിൽക്കും. നടുക്കുള്ള പദം ലോപിച്ചു.
പൂർവപദവും ഉത്തരപദവും മാത്രം ചേർന്ന് ഇടയ്ക്കുള്ള പദം വിഗ്രഹിക്കുമ്പം അത് കാണും, സമാസിക്കുമ്പം അത് ലോപിച്ചു. അതാണ് നമ്മൾ മധ്യമപദ ലോപി എന്ന്. തീവണ്ടിയൊക്കെ, ആവിക്കപ്പല്, തീവണ്ടി ഒക്കെ പല പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ്. ശ്രദ്ധിക്കണം, വിഗ്രഹിച്ച് നോക്കണം കേട്ടോ. തീയെ വണ്ടി, തീയോട് വണ്ടി, തീക്ക് വണ്ടി കണ്ടോ, അർത്ഥമൊന്നുമില്ല. തീ കൊണ്ട് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അർത്ഥം കിട്ടില്ല. അങ്ങനെ വിഭക്തി വെച്ച് വിഗ്രഹിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം സമാസം പെട്ടെന്ന് കണ്ടുപിടിക്കും. അതാ ഞാൻ പറഞ്ഞു. തീ ഉണ്ടാക്കുന്നതിനുള്ള പെട്ടി, പഴക്കട, പഴം വിൽക്കുന്ന കട. വിൽക്കുന്ന കടയാണെങ്കിൽ വാങ്ങാൻ പറ്റും. അപ്പൊ വിൽക്കുന്ന കട എന്നുള്ള വിഗ്രഹമാണ് ശരി. അപ്പൊ 4 മധ്യമപദ ലോപി. ഇനി നമുക്ക് ഇതിനകത്ത് അഞ്ചാമതൊരു തൽപുരുഷൻ കൂടി ഉണ്ട്. അത് വിശേഷണവും വിശേഷ്യവും സാദൃശ്യത്തോടുകൂടി സമാസിക്കുന്നത്. സാദൃശ്യത്തോടുകൂടി സമാസിക്കാതെ അതുപോലെ ഉള്ള ഇത് എന്ന്, അതുപോലെയുള്ള ഇത്. ഇവിടെ കനക കതിർ, കനകം പോലെയുള്ള കതിർ, കനകം പോലെയുള്ള കതിർ. പാൽ പുഞ്ചിരി, പാല് പോലെയുള്ള പുഞ്ചിരി. പാൽ നിലാവിനും ഒരു നൊമ്പരം. പാൽ നിലാവ്, പാല് പോലെയുള്ള നിലാവ്. ഞാൻ ചെറുശ്ശേരി ഉപയോഗിക്കും. പാൽ പുഞ്ചിരി, പാലഞ്ചും പുഞ്ചിരി. പാലഞ്ചും പുഞ്ചിരി, പാല് തോറ്റുപോകുന്ന പുഞ്ചിരി, അതാ പാൽ പുഞ്ചിരി. ഇനിയും പെട്ടിക്കട, പെട്ടി പോലെയുള്ള കട, പെട്ടി പോലെയുള്ള കട. അപ്പൊ ഇവിടെയൊക്കെ എന്താ, പോലെ എന്ന ചേർത്ത് നമ്മൾ വിഗ്രഹിച്ച്, പോലെ ചേർത്ത് വിഗ്രഹിക്കുമ്പോൾ അവിടെ എന്താ വരിക, സാദൃശ്യം. ഒന്നിനും സാദൃശ്യം, ഉപമ വരുന്ന സമാസമാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഉപമിത സമാസം. അതുപോലെയുള്ള ഇത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ആണ് 5. അപ്പൊ 7 + 5 12. 7 5 12 വിഭാഗം ഈ തൽപുരുഷനുണ്ട്. ഈ വിഭാഗങ്ങള്, ഈ ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മധാരേനും രൂപകവും ദിഗുവും മധ്യമപദലോപിയും ഉപമിത സമാസവും ചിലപ്പം ആ പേര് വെച്ചിട്ട് തന്നെ ചോദിക്കും. വിഭക്തി കൊണ്ട് വിഗ്രഹിക്കുന്നവയൊക്കെ നമുക്ക് തൽപുരുഷൻ എന്ന് മാത്രമായിരിക്കും ആൻസറിൽ തരുന്നത്. വളരെ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കുക. അവ്യയീഭാവൻ കണ്ടുപിടിക്കാൻ ഞാൻ വഴി പറഞ്ഞു തന്നു. സ, പൂർവം, അനു, പ്രതി, യഥ ഒക്കെ കാണും. അപ്പൊ അതൊത്തി എവിടെയെങ്കിലും കണ്ട. ഇനി തൽപുരുഷന്റെ ഞാൻ പറഞ്ഞല്ലോ, വിഭക്തി വെച്ച് വിഗ്രഹിച്ച് നോക്കിയാൽ തൽപുരുഷൻ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ പദം വിശേഷണം, രണ്ടാമത്തത് വിശേഷണം, അതാണ് തൽപുരുഷ സമാസം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തത് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ എന്താ? ദ്വന്ദ്വ സമാസം പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസം. എക്സാമിന് കേട്ടറ്റിന്റെ ഒരു 6-7 ചോദ്യ പേപ്പറുകളിൽ ഞാൻ ഈ വളരെ അടുത്ത സമയത്ത് കണ്ടിട്ടുള്ള ഒരു സമാസമാണ് ദ്വന്ദ്വ സമാസം. കേട്ടോ, അതിന്റെ നിർവചനം ചോദിച്ചു എക്സാം. പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസം. അങ്ങനെ ചോദ്യം. ദ്വന്ദ്വ സമാസം ഉണ്ടോ? അച്ഛനമ്മമാരെ ഓർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. അച്ഛനും അമ്മയും വിഗ്രഹിക്കുന്നത് ചേർത്തായിരിക്കും അത് വിഗ്രഹിക്കുക മിക്കപ്പോഴും. കേട്ടോ, ചേർത്ത കൂടുതലും വിഗ്രഹിക്കും. കൈകാലുകൾ കണ്ടോ, കൈകളും കാലുകളും. കൈയും കാലും എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. രാപകലുകൾ ഉണ്ടോ, രാവും പകല്. രാപ്പകൽ എന്നെഴുതരുത്, തെറ്റ്. ദ്വന്ദ്വ സമാസം. അപ്പൊ അവിടെ പായ്ക്ക് ഇരട്ടിപ്പ് വരണ്ട.
രണ്ട് പദത്തിന് തുല്യ പ്രാധാന്യം. അതുകൊണ്ട് രാപകലുകൾ, രാവും പകലും എഴുതരുത്. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ഗുണദോഷങ്ങൾ, ഗുണവും ദോഷവും. ആചാരാനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. രാമകൃഷ്ണന്മാർ, രാമനും കൃഷ്ണനും. ഉണ്ടോ? കഥാപാത്രങ്ങളെ ചേർത്ത് പറയും. കേട്ടോ? ഇനി സംഖ്യകൾ ചേർത്ത് പറയുന്നതുണ്ട്. 4, 5. 4 കണ്ടുകൊണ്ട് ചാടി വീണ് ദിഗുസമാസം ഒന്നും എഴുതരുത്. 4, 5. 101. കണ്ടോ? 100ഉം 1. ഈ ആദ്യത്തെ 4, 5 എന്നുള്ളതിൽ നമുക്ക് 4 ആണോ 5 ആണോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളവിടെ ഓ വെച്ച് വിളിക്കുന്നത്. കേട്ടോ? അതുകൊണ്ട് 4, 5. 4, 5. അങ്ങനെ വരും. 100ഉം 1. ഉണ്ടോ? അതാണ്. ഇനി അടുത്തത് ബഹുവ്രീഹി സമാസമാണ്. ബഹുവ്രീഹി സമാസം പൂർവപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ അതിൽ പറയുന്ന ഗുണങ്ങളുള്ള വസ്തുവിനോ വ്യക്തിക്കോ പ്രാധാന്യം പറയുന്ന സമാസം. അതായത് അന്യപദത്തിന് പ്രാധാന്യം പറയുന്ന സമാസമാണ് ബഹുവ്രീഹി. ബഹുവ്രീഹി കൂടുതലും സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. എങ്കിലും മലയാളത്തിൽ ഇപ്പൊ ധാരാളം പദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടു. കേട്ടോ? ദിഗുവും സംസ്കൃതത്തിൽ നിന്ന്, പക്ഷെ മലയാളത്തിൽ നിന്ന് ധാരാളം പദങ്ങൾ. ഇവിടെ 2 പദത്തിനും പ്രാധാന്യമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. സ്ക്രീന് പോയി തോന്നുന്നു, കാണുന്നുണ്ട്. സ്ക്രീൻ പോയി. വിനു എന്ന് പറഞ്ഞ ഒരാൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇല്ലേ? കാണുന്നില്ലേ? ഇല്ല സാർ, വേറെ ആരുടെയോ വാട്സപ്പ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അവര് പ്രസന്റ് ചെയ്യാണ്. കുട്ടാ, സ്ക്രീൻ കാണുന്നില്ല. അത് വേറൊരു മാഷ് പ്രസന്റ് ചെയ്യാണ്. പ്രസന്റ് ചെയ്യണത് ബിനു എന്ന് പറഞ്ഞൊരു മാഷാണ് പ്രസന്റ് ചെയ്യണത്. സാറേ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല ഇപ്പൊ. അതാണ് ഇപ്പൊ ഞാനും പറയാൻ വന്നത്. ബിനു മാഷെ പ്രസന്റേഷൻ ഒന്ന് ഒഴിവാക്കോ? നിങ്ങളുടെ മൊബൈലിൽ ചെയ്യണൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഒന്ന് ഒഴിവാക്കോ. സ്ക്രീൻ കാണുന്നില്ല. ഉണ്ടോ? ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ടോ? എന്ന് പറയുന്ന മാഷ അതൊന്ന് ഓഫ് ചെയ്യും. വിനു എന്ന് പറയുന്ന മാഷ ആരാ? ഒന്ന് ഓഫ് ചെയ്തേ. കിട്ടുന്നുണ്ടോ സാറേ? ആ മാഷ കിട്ടുന്നുണ്ട്, കാണുന്നുണ്ട്. അത് ശരി. നമ്മള് ഇടയിൽ കയറി വേറെ പ്രസന്റേഷൻ വന്നു. ഇപ്പൊ ബഹുവ്രീഹി സമാസം അത് അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ദ്വന്ദ്വ സമാസം കിട്ടിയില്ലേ? ദ്വന്ദ്വ സമാസം കിട്ടി മാഷെ. ഇതേ പൂർണ്ണമായിട്ട് കിട്ടിയില്ലേ? കിട്ടി. ബഹുവ്രീഹി തുടക്കം തൊട്ട് പറയാം. പൂർവപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ വെച്ചാൽ പൂർവപദവും ഇല്ല ഉത്തരപദവും ഇല്ല. അതിൽ പറയുന്ന ഗുണങ്ങളുള്ള വസ്തുവിനോ വ്യക്തിക്കോ പ്രാധാന്യം പറയുന്ന സമാസം. അപ്പൊ ഇതിന്റെ അന്യപദത്തിന് പ്രാധാന്യം. കേട്ടോ? അന്യപദത്തിന് പ്രാധാന്യം പറയുന്ന സമാസമാണ് പിന്നെ ബഹുവ്രീഹി സമാസം. കേട്ടോ? അപ്പൊ ഇവിടെ നമ്മള് സാറേ മൈക്കൊന്ന് ഓഫ് ചെയ്തോളൂ.
അപ്പം അവീബാല ബഹുറീഹിക്ക് നമുക്ക് ഉദാഹരണം മാൻമിഴി, മാനിനെ പോലെ മിഴിയുള്ളവൾ എന്നുവെച്ചാ മാനിൻ്റേതുപോലെ മിഴിയുള്ളവളാണ് മാൻമിഴി. അപ്പൊ മാനിനും പ്രാധാന്യമില്ല, മിഴിക്കും പ്രാധാന്യമില്ല. അങ്ങനെ മിഴിയുള്ള അവൾക്കാണ് പ്രാധാന്യം, ഒരു വ്യക്തിക്ക്. അങ്ങനെ കണ്ണുള്ള ഒരു വ്യക്തിക്ക്. മീനാക്ഷി എന്ന് പറയാം, മീനിനെ പോലെ അക്ഷിയുള്ളവളാണ് മീനാക്ഷി. ഉണ്ടോ? മീനിനെ പോലെ അക്ഷിയുള്ളവൾ ആണ് മീനാക്ഷി. ഉണ്ടോ? അവിടെ മീനിനും പ്രാധാന്യമില്ല, അക്ഷിക്കും. താമരക്കണ്ണൻ, താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മള് താമര പോലെ കണ്ണുള്ളവൻ എന്ന് പറഞ്ഞു കളയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് താമര വിടരാത്ത താമരയാണ് പ്രശ്നമാവും. ഉണ്ടക്കണ്ണൻ എന്നുള്ള അർത്ഥം. താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ. കാരണം കണ്ണിന് താമരയുടെ ഇതളിനോടാ സാദൃശ്യം. അപ്പൊ അതുകൊണ്ടാണ് താമര ഇതൾ പോലെ കണ്ണുള്ളവൻ താമരക്കണ്ണൻ അവൻ. മുക്കണ്ണൻ, മുക്കണ്ണൻ എന്ന് പറയുമ്പോൾ 3 കണ്ണുള്ള, 3 കണ്ണുള്ളവൻ, 3 കണ്ണുള്ളവൾ അല്ല, 3 കണ്ണുള്ളവൻ. കേട്ടോ? മുക്കണ്ണൻ. ഈ മുക്കണ്ണൻ കാണുമ്പോൾ 3 എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ ദിഗൂന്ന് എഴുതി കളയരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് സംഖ്യ വന്നപ്പോ നാൻമുഖൻ എന്ന് പറയുമ്പോൾ അവിടെ 4 എന്നുള്ള 4 മുഖമുള്ളവൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4 എന്നുള്ള സംഖ്യയാണ്. പെട്ടെന്ന് കയറി നമ്മൾ ദിഗുവാന്ന് വിചാരിച്ചോളൂ ഈ സംഖ്യ നോക്കിയിട്ട്. പക്ഷെ മൊത്തം നോക്കണം കേട്ടോ. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ 4 മുഖം, 4 മുഖം ഉള്ളവൻ. ആവശ്യമില്ലാത്തൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചതാ. മൈക്ക് ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ. ഇന്ദിരാദേവി ടീച്ചർ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. എന്നിട്ട് സോറി, എന്റെ മൈക്ക്. അപ്പൊ മുക്കണ്ണൻ, നാൻമുഖൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യ കണ്ടോണ്ട് പെട്ടെന്ന് നമ്മൾ അത് ദിഗു സമാസമാണെന്ന് വിചാരിച്ചു കളയും. അങ്ങനെ ചെയ്യരുത്. മുക്കണ്ണൻ 3 കണ്ണുള്ളവൻ മാത്രമാണ് മുക്കണ്ണൻ. അവിടെ 3നും പ്രാധാന്യമില്ല, കണ്ണിനും പ്രാധാന്യമില്ല, അതുള്ള വ്യക്തിക്ക്, ആളിനാണ് പ്രാധാന്യം. ബഹുറീഹി അങ്ങനെ നോക്കിയാൽ മതി. ഈ പറയുന്ന 2 പദത്തിനും പ്രാധാന്യം കാണത്തില്ല, പക്ഷെ ആ ഗുണമുള്ള ഒരു വ്യക്തിയോ വസ്തുവോ ഒക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പൊ 8 കാലുള്ള ജന്തുവാണ് 8 കാലി. അവിടെ 8നും കാലിനും പ്രാധാന്യമില്ല, അതുള്ള ജന്തുവിനാണ് അവിടെ പ്രാധാന്യം. 4 കാലി എന്ന് പറയുമ്പോൾ 4നും കാലിനും പ്രാധാന്യമില്ല, അതുള്ള മറ്റൊരാൾക്കാണ്, ആ ജന്തുവിനാണ് അവിടെ. അപ്പൊ ബഹുറീഹി സമാസം ഇതാണ്, അന്യപദപ്രധാനം. അപ്പൊ നമ്മൾ 4 സമാസങ്ങൾ പഠിച്ചു. പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് അവ്യയീഭാവൻ, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷൻ, 2നും തുല്യ പ്രാധാന്യമുള്ളത് ദ്വന്ദ്വൻ, 2നും പ്രാധാന്യം ഇല്ലാത്തത് ബഹുറീഹി. ക്ലിയർ ആയിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. സമാസം ചിലപ്പോൾ പദം തന്നിട്ട് അതിലെ സമാസം ചോദിക്കും. ഏതെങ്കിലും ഒരു സമാസിച്ച പദം തന്നിട്ട് അതിലെ സമാസം ഏതെന്ന് ചോദിക്കും. ചിലപ്പം സമാസത്തിന് ഉദാഹരണമായിട്ടുള്ള പദം ഏതെന്ന് ചോദിക്കും. ഉണ്ടോ? തിരിച്ചോ മറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ വരാം. അത് മനസ്സിരുത്തി ഈ സമാസം 4 എണ്ണവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സമാസത്തിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ് കേട്ടോ, 1 മാർക്ക് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. വന്നിരിക്കും. ഒന്നീ വിഗ്രഹിക്കാൻ ചോദിക്കും, അല്ലെ ഘടകപദമാക്കാൻ ചോദിക്കും, അല്ലെ സമാസങ്ങളുടെ നിർവചനം പഠിച്ചു വെച്ചോണം, അല്ലെങ്കിൽ സമാസത്തിന് ഉദാഹരണം കണ്ടെത്താൻ. പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അടുത്തത്
രണ്ടാമത്തെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സന്ധിയ. സന്ധി എന്ന് പറയുമ്പോൾ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. നന്നായിട്ട് പഠിച്ചു വെക്കുക. സന്ധിക്ക് ഉദാഹരണങ്ങൾ ചോദിക്കും. ആ 4 സന്ധിയുടെ ഉദാഹരണങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഉദാഹരണം തന്നിട്ട് സന്ധി ഏതെന്ന് ചിലപ്പം ചോദ്യം വരും. ചിലപ്പോൾ പിരിച്ചെഴുതാനുള്ളത് ചോദിക്കും. ചിലപ്പോൾ ചേർത്തെഴുതാനുള്ളത് ചോദിക്കും. ഉണ്ടോ? ഇങ്ങനെ പല രീതിയിൽ ഇത് വരും. അപ്പൊ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുക. സന്ധിയിൽ വരുന്നത് നമുക്ക് നോക്കാം. ഈ എങ്ങനെയാണ് വർണ്ണങ്ങൾക്ക് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കണ്ടു പ്ലസ് ഇല്ല. ഉണ്ടോ? കണ്ടില്ല എന്നുള്ള പദം പിരിച്ചെഴുതണം. സന്ധിക്ക് പിരിച്ചെഴുതണം. സമാസത്തിന് വിഗ്രഹിക്കണം. ഇത് മറക്കരുത്. സന്ധി കണ്ടെത്താനുള്ള ചോദ്യം വന്നാൽ നമ്മൾ ആ പദം ഒന്ന് എന്ത് ചെയ്യുക? പിരിച്ചെഴുതുക. അതാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ആദ്യ പദത്തിന്റെ ഒടുവിലുള്ള വർണ്ണം. ഇപ്പൊ ഇവിടെ കണ്ടു, അതാണല്ലോ ആദ്യ പദം. അതിൽ ഊ ആണ് ആദ്യ പദത്തിന്റെ ഒടുവിൽ. ഇല്ല എന്നുള്ള പദം എടുത്ത് അതിന്റെ ആദ്യം ഇരിക്കുന്നത് ഈ ആണ്. അപ്പൊ ഇവിടെ ചേരുന്നത് ഊ എന്ന വർണ്ണവും ഈ എന്ന വർണ്ണം. ഉണ്ടോ? ഇത് രണ്ടും കൂടിയാണ് ചേരുന്നത്. അങ്ങനെ ചേർന്നപ്പോ കണ്ടു പ്ലസ് ഇല്ല. ഉണ്ടോ? കണ്ടില്ല. ഈ ക്ലിയർ അല്ലേ? അതാണ്. അപ്പൊ ഇവിടെ ഉകാരം. ഇവിടെ എന്താ സംഭവിച്ചത്? ഉകാരം. വാഴ പ്ലസ് ഇല, വാഴയില. ഉണ്ടോ? വാഴ പ്ലസ് ഇല. ഇവിടെ ഒരുമിച്ച് ചേർന്നപ്പോൾ വാഴ മൊത്തം ഇതിലുണ്ട്, ഇലയും ഇതിനകത്തുണ്ട്. പക്ഷെ ഒരു വർണ്ണം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്താ പുതിയതായിട്ട് വന്നേ? യാ പുതിയതായിട്ട് വന്നു. ശരിക്കും ഈ ആണ് പുതിയതായിട്ട് വന്നത്. ഈ കൂടി ചേരുമ്പോഴാണ് അത് ഈ വാഴയില. യാ പുതിയതായിട്ട് വന്നു. ഇനി വിൺ പ്ലസ് തലം. ഉണ്ടോ? വിൺ പ്ലസ് തലം ഒരുമിച്ച് ചേർന്നപ്പോൾ വിൺ തലമായി. താ പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ടാ വന്നു. ഉണ്ടോ? ഇനി ആനപ്പുറം. ആന പ്ലസ് പുറം ഒരുമിച്ച് ചേർന്നപ്പോൾ എന്ത് ചെയ്തു? ആനപ്പുറം. പായിരട്ടിച്ചു. അപ്പൊ 4 മാറ്റം. ഒരിടത്തൊരു വർണ്ണം നഷ്ടപ്പെട്ടു, മറ്റൊരിടത്തൊരു വർണ്ണം പുതിയതായിട്ട് വന്നു. മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഒന്ന് പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു. നാലാമത്തത് ഒരു വർണ്ണം ഇരട്ടിച്ചു. അപ്പൊ ഒന്ന് പോയി, മറ്റിടത്തൊന്ന് വന്നു, ഒരെണ്ണം പോയിട്ട് മറ്റൊന്ന് വന്നു, ഇരട്ടിച്ചു. ഇതാണ് 4 മാറ്റം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഇങ്ങനെ 4 മാറ്റങ്ങൾ വരും. അങ്ങനെ ഉള്ള മാറ്റത്തിനാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ വർണ്ണങ്ങൾ, പദങ്ങൾ തമ്മിലാണ് ചേരുന്നത്, പക്ഷെ അവിടെ ചേർച്ച ഉണ്ടാകുന്നത് എവിടെയാ? അതായത് ആദ്യ പദത്തിന്റെ ഒടുവിലും രണ്ടാമത്തെ പദത്തിന്റെ ആദ്യവും. ആ 2 വർണ്ണങ്ങൾക്കാണ് മാറ്റം വരിക. ആ 2 വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ സന്ധി കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക? അതിനെ 2ആയിട്ട് പിരിച്ചെഴുതുക. അർത്ഥമുള്ള 2 വാക്കുകളായിരിക്കണം നമ്മൾ പിരിച്ചെഴുതുന്നത്. അങ്ങനെ പിരിച്ചെഴുതുക. രണ്ടെണ്ണത്തെ പിരിച്ചെഴുതിയിട്ട് ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്നത് ഏത് വർണ്ണമാണെന്ന് നോക്കുക, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യം ഇരിക്കുന്നത് ഏത് വർണ്ണമാണെന്ന് നോക്കുക. ആ വർണ്ണങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു എന്ന് ചേർത്ത് എഴുതി നോക്കുക. പിരിച്ചിട്ട് നോക്കണ്ട, ചേർത്ത് എഴുതിയിട്ട് ഈ ഉള്ള വർണ്ണങ്ങളെല്ലാം അതിനകത്തുണ്ടോ അത് നോക്കാം. അപ്പൊ നമുക്ക് വർണ്ണങ്ങളില്ല, ഒരെണ്ണം പോയാൽ നമ്മൾ അതിന് ലോപസന്ധി എന്ന്. ഒരു വർണ്ണം നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോപസന്ധി.
ഇനി ഒരെണ്ണം പുതിയതായിട്ട് വന്നു എന്നിരിക്കട്ടെ, ആഗമസന്ധി. ഇനി ഒരു വർണ്ണം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു എന്നിരിക്കട്ടെ, അത് നമ്മള് ആദേശസന്ധി. ഒരെണ്ണം ഇരട്ടിച്ചാൽ ദ്വിത്വസന്ധി. ഈ 4 സന്ധികളാണ് മലയാളത്തിലുള്ളത്. ഈ 4 തരം മാറ്റങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചൊക്കെ പോയാൽ ലോപം, വന്നാൽ ആഗമം, പോയിട്ട് വന്നാൽ ആദേശം, ഇരട്ടിച്ചാൽ ദ്വിത്വം, പോയാൽ ലോപം, വന്നാൽ ആഗമം, പോയിട്ട് വന്നാൽ ആദേശം, ഇരട്ടിച്ചാൽ ദ്വിത്വം. ഇതാണ് 4 സന്ധികൾ. 4 തരം മാറ്റം വരും. അപ്പൊ 4 തരം മാറ്റത്തിന് ഓരോന്നിനും നമ്മൾ ഓരോ പേരിൽ അറിയും. സന്ധി 4 വിധമാണ് ഉള്ളത്. നമ്മൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സന്ധി ഏതാ? ലോപസന്ധിയാണ്. ലോപസന്ധി. ലോപസന്ധി എന്ന് കേൾക്കുമ്പം തന്നെ ആദ്യ പദത്തിന്റെ ഒടുവിലെ വർണ്ണമോ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ വർണ്ണമോ പോയിരിക്കും. അതാണ് ഏതെങ്കിലും ഒരു വർണ്ണം നഷ്ടപ്പെടും. അത് നോക്കിയാൽ കൂടുതൽ നഷ്ടപ്പെടുന്നത് ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന വർണ്ണമായിരിക്കും കൂടുതലും. ലോപസന്ധിയിൽ അങ്ങനെ തന്നെ വിചാരിച്ചു. ആദ്യ പദത്തിന്റെ ഒടുവിൽ ഒരു സ്വരാക്ഷരം കാണും, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഒരു സ്വരാക്ഷരം കാണും. അതിൽ ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന സ്വരാക്ഷരം ലോപിക്കും. അപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുന്നതാണ് ലോപസന്ധി. ക്ലിയർ ആയേക്കാം. നമുക്ക് 2-3 ഉദാഹരണം കേട്ടോ. തണുപ്പുണ്ട്, അത് പിരിക്കുമ്പോ എങ്ങനെ വരും? തണുപ്പ് എന്നാണ് അവസാനിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒടുവിലിരിക്കുന്ന വർണ്ണം അതിന് നമ്മൾ പറയുന്ന പേര് സംവൃതോകാരം. ആ എന്ന് പറയുന്ന എന്നുവെച്ചാൽ ഊവിന്റെ പകുതിയാണ്, അടച്ചുച്ചരിക്കുന്ന ഊ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് സംവൃതോകാരം. അടച്ചുച്ചരിക്കുന്ന ഊവാണ് സംവൃതോകാരം. ആ സംവൃതോകാരം ലോപി. അതാ തണുപ്പ് പ്ലസ് ഉണ്ട്. അപ്പൊ എന്ത് ഒരുമിച്ച് ചേരുമ്പോ തണുപ്പുണ്ട്. എന്ത് ചെയ്യും? തണുപ്പ് എന്നുള്ളതിന്റെ ആ ഒടുവിലിരിക്കുന്ന ചന്ദ്രകല ലോപിച്ചു. ചന്ദ്രകലയ്ക്ക് ഒരു പേരുണ്ട്, അതാണ് സംവൃതോകാരം. എന്ന ഊവിന് ചന്ദ്രകലയിട്ട് കാണിക്കും. ഇനി കേട്ടില്ല എന്ന പദം എടുത്ത് കേട്ടു പ്ലസ് ഇല്ല ഉണ്ടോ? കേട്ടു പ്ലസ് ഇല്ല. ഇങ്ങനെ ഫസ്റ്റ് പിരിച്ചെഴുതുക. എന്നിട്ട് ആദ്യ പദത്തിന്റെ ഒടുവിൽ ഊ, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഈ ഉണ്ടോ? ഈ ഊവിനോ ഈക്കോ ആണ് ഇവിടെ മാറ്റം വരിക. ലോപസന്ധിയാകുമ്പോൾ കൂടുതലും ഊവിനായിരിക്കും മാറ്റം വരിക. ഊ ലോപിച്ച് ക്ലിയർ ആയി. ഊ ലോപിച്ച്. ഇനി അല്ലെങ്കിൽ പിരിച്ചെഴുത്. അല്ല പ്ലസ് എങ്കിൽ ഉണ്ടോ? അല്ല പ്ലസ് എങ്കിൽ. അല്ല എന്നുള്ളതിന്റെ ഒടുവിലൊരു ആയിരം. എങ്കിൽ എന്നുള്ളതിന്റെ ആദ്യം ഏഴ് വരും. അല്ല എന്നുള്ളതിന്റെ ഒടുവിലെ ആ പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് ചേർന്ന് അല്ലെങ്കിൽ എന്നായി ഉണ്ടോ? അല്ലയുടെ ഒടുവിലുള്ള ആ പോയിട്ട് അത് സ്വരാക്ഷരം, അത് പോയിട്ട് ചേർത്ത് ഉച്ചാരണം ക്ലിയറായി. അപ്പം അല്ലയുടെ ആ ലോ. വരാതിരുന്നു ഉണ്ടോ? വരാതെ പ്ലസ് ഇരു. വരാതെ എന്നുള്ളതിന്റെ ഒടുവിലുള്ള ലോപിച്ചു. ക്ലിയർ ആയി. ഒരു വർണ്ണം നഷ്ടപ്പെടുന്നതാണ് ലോപസം. ഒരു വർണ്ണം നഷ്ടപ്പെടുന്നതാണ് ലോപസം. എപ്പോഴും നഷ്ടപ്പെടുന്ന നമ്മൾ നോക്കി വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന വർണ്ണമായിരിക്കും ലോപിച്ചു. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന സ്വരാക്ഷരം ലോപി. അപ്പുറത്തിരിക്കുന്ന സ്വരാക്ഷരം ചേർന്ന് ഉച്ചാരണം ക്ലിയറാണ്. അതാണ് ലോപസന്ധിയിൽ നടക്കുന്നത്. ഡിലീഷൻ
അതാണ് ലോഹസ്. ഡിലീറ്റ് ചെയ്യുക ഒരു വർണ്ണം. ഇനി രണ്ടാമത്തെ ആഗമസന്ധി. ആഗമസന്ധി എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നതാണ് ആഗമസന്ധി. ഒരു വർണ്ണം പുതുതായി വരുന്നത് ആഗമസന്ധി. രണ്ട് വർണ്ണം, അതായത് ആദ്യ പദത്തിന്റെ ഒടുവിലും ഒരു സ്വരാക്ഷരം കാണും, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യവും. സ്വരാക്ഷരം തന്നെ വേണമെന്നില്ല, ചിലയിടത്ത് അനുനാസികങ്ങളും മറ്റു വർണ്ണങ്ങളൊക്കെ വരും. പക്ഷെ കൂടുതലും സ്വരാക്ഷരമായിരിക്കും വരിക. നമ്മൾ ഈ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ വഴിയമ്പലം, വഴി പ്ലസ് അമ്പലം ഉണ്ട്. ഒരുമിച്ച് വഴിയും അവിടെ തന്നെ ഉണ്ട്, അമ്പലവും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇടയ്ക്കൊരു വർണ്ണം പുതുതായിട്ട് വരുന്നുണ്ട്. ഈ ആണ് വരുന്നത്. ഈ യായിക്ക് ചന്ദ്രക്കലയിടുന്ന ഈ ആണ് വരുന്നത്. വ്യഞ്ജനം അത് അവിടെ, അത് യാന്നാകുന്നത് അമ്പലത്തിന്റെ ആ ചേർന്നിട്ട് അത് യായാകും. എങ്ങായാലും നമ്മൾ ആഗമസന്ധി പറയുമ്പോൾ നമുക്ക് അവിടെ യാ വന്നു എന്ന് പറഞ്ഞു പഠിക്കാം. കരിയില എന്ന് പറയുമ്പോ എന്താ? കരി പ്ലസ് ഇല ഉണ്ടോ? ഒരു ചേന കരിയില, യാ വരും. വഴിയമ്പലം, കരിയില ഉണ്ടോ? തിരുവോണം ഉണ്ടോ? അല്ല, അണിയറ, അണി പ്ലസ് അറ, അവിടെ യാ ആഗമിച്ചു. യാ പുതിയതായിട്ട് വന്നു. ഇനി മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് തിരുവോണം ഉണ്ടോ? ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. തിരു പ്ലസ് ഓണം, തിരു പ്ലസ് ഓണം ഉണ്ടോ? അത് വന്നപ്പോ അവിടെ വന്നത് വാ. അപ്പൊ യായോ വായോ ആഗമിക്കും. തിരുവോണം ഉണ്ടോ? അവിടെ ഊവ, തിരു പ്ലസ് ഓണം. അപ്പൊ അവിടെ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് എന്താ? ഊവാണ്. ഊവും ഓയും അവിടെ വാ പുതിയതായിട്ട് വരുന്നു. തിരുവാതിര ഉണ്ടോ? തിരു പ്ലസ് ആതിര ഒരുമിച്ച് ചേർന്നപ്പം വാ ആഗമിച്ചു. അടുത്തത് അവൻ. അവൻ എന്ന് പറയുമ്പോൾ ആ പ്ലസ് അൻ, ആ പ്ലസ് അൻ അവിടെ എന്താവുന്നത്? വാ ആഗമിച്ചു. വാ ആഗമിച്ചു കേട്ടോ. അവൻ ഉണ്ടോ? അവൾ എന്ന് പറയുമ്പോൾ ആ പ്ലസ് അൾ ഉണ്ടോ? വാ വരും. അവർ എന്ന് പറയുമ്പോഴോ ആ പ്ലസ് അർ ഉണ്ടോ? അവർ, വാ വരും. ഇനി വേറെ ടൈപ്പ് ആഗമവും കൂടെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ കരിങ്കുരങ്ങ്, കരിഞ്ചന്ത എന്നൊക്കെ പറയുമ്പോഴേ അവിടെ ഒരു ആഗമമുണ്ട്. അതായത് കരിങ്കുരങ്ങ് ഉണ്ടോ? കരി പ്ലസ് കുരങ്ങ്. പുതിയൊട്ടൊന്നും പിരിച്ചു കളയരുത്. കരി പ്ലസ് കുരങ്ങ് എന്നൊന്നും എഴുതരുത്. കരി പ്ലസ് കുരങ്ങ്, കരി പ്ലസ് ചന്ത, കരി പ്ലസ് പന ഉണ്ടോ? അവിടെ കരിഞ്ചേമ്പ്, കരി പ്ലസ് ചേമ്പ് ഉണ്ടോ? കരിഞ്ചന്ത. ഇവിടൊക്കെ എന്ന് പറയുന്നത് അനുനാസിക ആഗം. ഇരിക്കുന്ന വർണ്ണങ്ങളെല്ലാം അവിടെ തന്നെ കാണും. ഇടയ്ക്ക് കായാണ് ങാ വരും. കായാണ് ങാ വരും. കരിങ്കുരങ്ങ്, കരിങ്കല്ല് ഉണ്ടോ? ങാ വരും. ങാ പ്ലസ് കായാണ് ഇങ്ക. കരിങ്കല്ല്, കരിങ്കുരങ്ങ് ഉണ്ടോ? കരിഞ്ചന്ത അവിടെ ഞാ വരും. ചന്തയായോണ്ട് ചായാണെങ്കിൽ ഞാ, കായാണ് ങാ. രണ്ടാമതിരിക്കുന്ന പദം കണ്ടോ? കുരങ്ങ് കാ, അതാണ്. ചന്തയാണ് ചായ, കരിഞ്ചന്ത ഉണ്ടോ? അവിടെ അനുനാസികാഗമെന്ന് ഇത് നാലോ വരും. കരിന്തിരി ഉണ്ടോ? കരി പ്ലസ് തിരി, തിരിയുടെ താഴെ ആയതുകൊണ്ടാണ് അവിടെ നാ വരും. കരിമ്പന, കരി പ്ലസ് പന ഉണ്ടോ? പായ ആയതുകൊണ്ട് അവിടെ
ഉണ്ടോ? മാ വരും. അങ്ങനെ വരും. അനുനാസികങ്ങളാകും. അങ്ങനെയും ഇവിടെ ആഗമുണ്ട്. അപ്പം ആഗമം എന്ന് പറഞ്ഞ യാ വാ ഇതാണ് പ്രധാനമായിട്ടും ആഗമം. പിന്നെ അനുനാസികങ്ങൾ ആകും കേട്ടോ. ഒരിക്കൽ ചോദിച്ചാൽ പനന്തത്ത, പന പ്ലസ് തത്ത ഉണ്ടോ? തത്തയുടെ താ ഉണ്ടോ? താ വന്നത് കൊണ്ട് അവിടെ നാ വരും. അപ്പൊ എന്താ പനന്തത്ത ഉണ്ടോ? നാ വരും. നമ്മളൊന്ന് നിർത്തി ഉച്ചരിച്ചാൽ മതി ഏതക്ഷരം അവിടെ ആഗമിച്ചെന്ന് പറയും. കരിങ്കുരങ്ങ് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും കൃത്യമായിട്ട്. ആഗമസന്ധി എന്ന് പറയുന്ന ഇതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സന്ധി എന്ന് പറയുമ്പോൾ ആദേശസന്ധി. എന്താണ് ആദേശസന്ധി? ആദേശസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വേറെ വന്നാൽ പോരാ. ആ ഏത് വർണ്ണമാണോ നഷ്ടപ്പെടുന്നത് അതിന്റെ സ്ഥാനത്ത് ഒരു പുതിയ വർണ്ണം വരും. അപ്പൊ ഒന്ന് പോകും, മറ്റൊന്ന് വരും. ഒരാൾക്ക് ട്രാൻസ്ഫർ, അവിടെ പുതിയ നിയമനം. അതാ നമ്മൾ ആലോചിച്ചാൽ ആദേശസന്ധിയാണ്. കേട്ടോ. ഒരാളെ പിരിച്ചു വിടുന്നത് ലോപസന്ധി. കേട്ടോ. ഒരാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നത് ആഗമസന്ധി. ഒരാൾ പോയിട്ട് അയാളുടെ കസേരയിലേക്ക് വേറൊരാൾ ട്രാൻസ്ഫർ ആയി വരുന്നത് ആദേശസന്ധി. ഇനി ഇരട്ടിച്ചാതിത്വം, അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. കണ്ടു ഉണ്ടോ? കൺ പ്ലസ് തൂ, തൂവിന്റെ താ പോയിട്ട് ടാ വരും. അങ്ങനെയാണ് കൺ തൂ എന്നുള്ളത് കണ്ടു ആകും. താ പോയിട്ട് ടാ വരും. കണ്ണീർ ഉണ്ടോ? വിണ്ടലം, നമ്മൾ നേരത്തെ പറഞ്ഞ വിൺ പ്ലസ് തലം, താ പോയിട്ട് അവിടെ ടാ വരും. അപ്പോഴാണ് വിൺതലം ആവും. കണ്ണീർ കണ്ടോ? കൺ പ്ലസ് നീർ, നാ പോയിട്ട് അതിന്റെ സ്ഥാനത്ത് നാ വരും. നാ പോയി നാ പോയിട്ട് നാ വരും. ഉണ്ടോ? ഒരു വർണ്ണം പോയി മറ്റൊന്ന്. നെന്മണി പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള നെന്മണി. കണ്ണീര് ചോദിച്ചിട്ടുണ്ട്. കണ്ണീരിന്റെ സന്ധി എഴുതി കണ്ണീര് വരുത്തരുത്. കൃത്യമായിട്ട് നോക്കുക. കൺ പ്ലസ് നീർ ഉണ്ടോ? നീർ എന്നുള്ളതിന്റെ നാ പോയിട്ട് അവിടെ ഒരു നാ വരും. നാ പോയിട്ട് നാ വരും. ഉണ്ടോ? അങ്ങനെയാണ് കണ്ണീർ, വെണ്ണീർ ഉണ്ടോ? തണ്ണീർ എന്നൊക്കെ എല്ലാം അങ്ങനെ വരും. 800, എൺ പ്ലസ് 100 ഉണ്ടോ? നെന്മണി, നെൽ പ്ലസ് മണി, അതിലെ ഇൽ പോയിട്ട് ഇൻ വരും. ഇൽ പോയി ഇൻ വരും. പിൽക്കാലം കണ്ടോ? പിൻ പ്ലസ് കാലം, അതിലെ ഇൻ പോയിട്ട് ഇൽ വരും. പിൽക്കാലം. ഇൻ പോയിട്ട് ഇൽ വരും. ഞാ പോയി ലാ വന്നു പറഞ്ഞാലും തെറ്റല്ല. ഞാ പോയിട്ട് ലാ വന്നു, അല്ലെങ്കിൽ ലാ പോയിട്ട് ഞാ വന്നു എന്നും പറഞ്ഞാൽ തെറ്റില്ല. അത് അതിന്റെ ആ ചില്ലിന് പകരം അതിന്റെ ഒറിജിനൽ അക്ഷരം പറയുന്നത്. ഇനി കലമറ പിരിച്ച് കലം പ്ലസ് അറ കണ്ടോ? പൂജ്യം പോയിട്ട് അവിടെ വാ വരും. കലം എന്നുള്ളതിന്റെ പൂജ്യം അവിടെ ഒരു വാ വരും. അങ്ങനെയാണ്. വ് വരും. അതാണ് അതിന്റെ കറക്റ്റ് രീതി. വ് വരും, ആ ചേർന്നിട്ട് വാ ഉണ്ടോ? പക്ഷെ നമ്മുടെ എളുപ്പത്തിലാണ് യാ വരും, വാ വരും എന്നൊക്കെ പറയും. മരം പ്ലസ് ഇൽ ഉണ്ടോ? പൂജ്യം പോയി അവിടെ എത്തു വരും. അങ്ങനെ മരത്തിൽ, കലത്തിൽ എന്നൊക്കെ പറയാം. കലം പ്ലസ് ഇൽ ഉണ്ടോ? പ്രത്യയം ചേരുന്ന, പ്രകൃതിയും പ്രത്യയം കൂടെ ചെയ്യും. അത് മരം പ്ലസ് ഇൽ. ക്ലിയർ ആയിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വർണ്ണം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നാൽ കേട്ടോ, അത് നിലവറ ഉണ്ടോ? നിലം പ്ലസ് അറ. ഒരുമിച്ച് വരുമ്പോൾ പൂജ്യം പോയിട്ട് വാവ്. ഇതാണ് ആദേശസന്ധി. ഒന്ന് പോയി മറ്റൊന്ന്. തിത്വസന്ധി. തിത്വസന്ധി എന്ന് പറഞ്ഞാൽ എന്താ?
ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി ഇവിടെ കണ്ടോ, ഉദാഹരണത്തിന് നമ്മൾ പകൽ പ്ലസ് കിനാവ് ഉണ്ടോ, പകൽ കിനാവ് കായിരട്ടിച്ചു. തലക്കെട്ട് കണ്ടോ, തല പ്ലസ് കെട്ട് തലക്കെട്ട് കായിരട്ടിച്ചു. ആന ആനപ്പുറം ആന പ്ലസ് പുറം ആനപ്പുറം പായിരട്ടിച്ചു. അടിമച്ചങ്ങല ചായിരട്ടിച്ചു. പച്ചച്ചക്ക ചായിരട്ടിച്ചു. പച്ച ചക്ക, ചക്കയുടെ ചായയാണ് ഇരട്ടി. പച്ചച്ച പച്ചത്തത്ത എന്താ കായിരട്ടി. ഇങ്ങനെ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കും. അതാണ് ദ്വിത്വസന്ധി എന്ന്. രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ അക്ഷരം ഇവിടെ നമ്മള് 4 സന്ധികൾ. ആദ്യത്തെ സന്ധി ലോപസന്ധി. രണ്ട് വർണ്ണങ്ങളിൽ ഒരെണ്ണം ലോപിക്കും. ഈ രണ്ട് വർണ്ണം എന്ന് പറയുന്നത് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ട് പദമല്ലേ ചേരുന്നത്. ആദ്യ പദത്തിന്റെ ഒടുവിൽ ഒരു വർണ്ണമുണ്ട്, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഒരു വർണ്ണം. അപ്പൊ ആ രണ്ട് വർണ്ണങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ ലോപം. കൂടുതൽ നഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലോ ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന വർണ്ണം. ലോപസന്ധിക്ക് ഉദാഹരണം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയണം. എങ്ങനെ പറയും? ആദ്യ പദത്തിന്റെ ഒടുവിലിരിക്കുന്ന വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ലോപമായി. ഇനി വർണ്ണങ്ങൾക്കിടയ്ക്ക് പുതിയതായിട്ടൊരു വർണ്ണം വന്നാൽ ആകും, അത് നോക്കിയാൽ മതി. ഇനി ആദേശമാണെങ്കിലോ രണ്ട് വർണ്ണങ്ങളിൽ ഒരെണ്ണം പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരെണ്ണം. അത് ആദ്യ പദത്തിന്റെ ഒടുവിലും ആകാം, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യവും. അത് ആദേശസന്ധി. ആദേശസന്ധി രണ്ടിലും വരും. പിന്നെ ദ്വിത്വസന്ധി. ദ്വിത്വസന്ധിയിൽ കൂടുതലും രണ്ടാമത്തെ പദത്തിന്റെ ആദ്യം ഇരിക്കുന്ന അക്ഷരം ഇരട്ടിക്കും. അത് നോക്കിയാൽ ക്ലിയറായി. ഇതാണ്. അപ്പൊ നമ്മൾ ദ്വിത്വസന്ധി ഒരു സൂത്രവാക്യം പോലെ, അല്ല സന്ധികൾ ഒരു സൂത്രവാക്യം പോലെ പഠിച്ചു വെക്കുക. പോയാൽ ലോപം, വന്നാൽ ആഗമം, പോയിട്ട് വന്നാൽ ആദേശം, ഇരട്ടിച്ചാൽ ദ്വിത്വം. ഇതാണ് സന്ധി. ഏത്? പോയാൽ ലോപം എന്നുവെച്ചാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരെണ്ണം പോയാൽ ലോപം. ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ മനസ്സിൽ നിൽക്കട്ടെ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരെണ്ണം പോയാൽ ലോപം, ഒരെണ്ണം വന്നാൽ ആഗമം, ഒരെണ്ണം പോയിട്ട് മറ്റൊരെണ്ണം വന്നാൽ ആദേശം, ഇരട്ടിച്ചാൽ ദ്വിത്വം. ഇതാണ്. അപ്പൊ ഇത് ഉറപ്പുള്ള ഒരു മാർക്ക് വിടരുത്. ഇന്ന് നമ്മൾ പഠിച്ച മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. രണ്ടെണ്ണം ഇത്തിരി വലുതാണ്. ഈ മൂന്നെണ്ണത്തിൽ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന, അതായത് നിങ്ങൾ കേട്ടതിന്റെ പഴയ ചോദ്യ പേപ്പർ എടുത്തു നോക്കി സന്ധിയും സമാസവും ഇല്ലാതെ ഒരു ചോദ്യ പേപ്പറെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. കൃത്യമായിരിക്കും. സന്ധിയും കാണും, സമാസവും കാണും. അത് ചിലപ്പോ സന്ധിയുടെ പേരോ അല്ലെ സന്ധി ഉദാഹരണം എങ്ങനെ വേണേലും ചോദിക്കും. അതൊക്കെ ഉറപ്പായിട്ട് അത് പൂർണ്ണമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇന്ന് വലിയ ശല്യം ഇതൊന്നും വന്നില്ല. അതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ആ 2 വലിയ ടോപ്പിക്ക്, കാരണം ഇത് ഉറപ്പ് ഉള്ള മാർക്കാണ്. നിങ്ങൾ ഇതിന്റെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ചോദിച്ചു. 4-5 എങ്ങനെയാണ് വിഗ്രഹിച്ച് പറയാ? സമാസം ഏതാണ്? ആ സമാസം എന്ന് പറയാൻ 4 5
കാരണം നമുക്ക് ഉറപ്പില്ലാതെ പറയുന്നതാണ്. 4 ആകാം 5 ആകാം. ഇപ്പൊ രണ്ടിനും പ്രാധാന്യമുണ്ട്. രണ്ടിനും പ്രാധാന്യം വരുമ്പോ ദ്വന്ദ്വ സമാസം. ക്ലിയർ ആയില്ലേ? 4, 5, 5, 6, 8, 10, 10, 16 പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ? ഇങ്ങനെ നമ്മൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതും ദ്വന്ദ്വനാണ്. അവിടെ വെച്ചും വിഗ്രഹിക്കാം, വെച്ചിട്ടും വിഗ്രഹിക്കാം. വെച്ച് വിഗ്രഹിക്കുന്നിടത്ത് നമ്മളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ദ്വന്ദ്വ സമാസം. ഓക്കെ സാർ. അതുപോലെ സാക്ഷി സാക്ഷി എങ്ങനെയാ വിഗ്രഹിച്ചു പറയാ? സാക്ഷി സ പ്ലസ് അക്ഷി. അതായത് അക്ഷിയോട് കൂടിയവനാണ് സാക്ഷി. കണ്ണുകൊണ്ട് കണ്ടവൻ എന്നാണ് അതിനർത്ഥം. ഒരു കൊലക്കേസ് നടന്ന അതിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് കണ്ട ആള്, കള്ളസാക്ഷിയല്ല. നേരിട്ട് കണ്ട ആള് മാത്രമേ ആ സാക്ഷിയാകൂ. അതെ, അക്ഷിയോട് കൂടിയവൻ എന്നാണ് അതിനർത്ഥം. അവ്യയഭാവ സമാസമാണ്. ഓക്കെ, താങ്ക് യു സാർ. സാറേ ഒരു സംശയം. ചോദിക്കും. നമ്മള് പ്രയോജിക തൽപുരുഷ സമാസം പറഞ്ഞില്ലേ? അപ്പൊ അവിടെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോ മരക്കട്ടിൽ, മരം കൊണ്ടുള്ള കട്ടിൽ എന്നല്ലേ? അപ്പൊ ശരിക്ക് അവിടെ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. എന്ന രണ്ടും വരാം. ആല് കൊണ്ട് ആല് എന്നുവെച്ചാൽ നമ്മളത് വിഗ്രഹിക്കുമ്പോഴേ എപ്പോഴും 2 പ്രത്യയം വെച്ച് നമുക്ക് അത് വിഗ്രഹിക്കാൻ പറ്റും. അതാണ് പ്രയോജികളുടെ ഒരു പ്രത്യേകത. അപ്പൊ അവര് വേറെ സംശയം. അപ്പൊ സംബന്ധിക്ക് ശരിക്ക് ഇന്റെ ഉടേ മാത്രമേ ഉള്ളൂ, ഉള്ള എന്നുള്ളതും കൂടി ഞാൻ പണ്ട് പഠിച്ചത്. ഉട എന്നുള്ളത് വേണ്ട. ഇപ്പൊ അങ്ങനെ അല്ല, സംബന്ധിക തൽപുരുഷ സമാസത്തിന് നമ്മള് ഇന്റെ ഉടേ ഉള്ള എന്ന പ്രത്യയങ്ങള് ചേർത്തതായിട്ട് ഉള്ള വേണ്ട. ഇന്റെ ഉടേ മാത്രമേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, പണ്ട് പഠിച്ചത് ഓർക്കുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഉള്ള എന്നുള്ളത് മരം കൊണ്ടുള്ള എന്ന് പറയുമ്പോ അത് സംബന്ധിക അല്ലേ എന്നൊരു സംശയം തോന്നി. അതാ നേരത്തെ ഞാൻ ചോദിക്കാൻ. ഇപ്പൊ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇന്റെ ഉടേ മാത്രാണ്. അത് നമ്മൾ നോക്കിയാൽ. ഓക്കെ, താങ്ക് യു സാറ്. നെന്മണി എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുതാ? നെല് പ്ലസ് മണി എന്നാണോ? അങ്ങനെയും പിരിക്കാം. നെല് പ്ലസ് മണി എന്നും പിരിക്കാം, നെൽ പ്ലസ് മണി എന്നും പിരിക്കാം. നെൽ പ്ലസ് മണി 2. ഇല്ല് വെച്ചും പിരിക്കാം, ലാ വെച്ചും പിരിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ലായാണ് ഞാ വരും, ഇല്ലാണ് ഇൻ വരും. അത്രയേ ഉള്ളൂ. മരക്കൊമ്പ് ഏതാ സന്ധി വരിക മാഷെ? മര പ്ലസ് കൊമ്പ് കായരട്ടിക്കും. മരാന്ന് എഴുതാൻ പാടുള്ളൂ, മരം എന്ന് എഴുതാൻ പാടില്ല. മരം എഴുതാൻ പാടില്ല. മരം എന്ന് എഴുതിയ വിശേഷണാവത്തെ. അതുകൊണ്ടാണ് ചന്ദനം എന്ന് എഴുതാൻ പാടില്ല, ചന്ദന മതി. ഓക്കെ സാർ, താങ്ക് യു. മാഷ, നെന്മണി ഒന്നുകൂടി പറയോ? നെന്മണി എൻ വന്നാല് നെൽ പ്ലസ് മണി, ഇൽ വന്നാൽ ഇൻ, ലാ വന്നാൽ ഞാ. സാറേ മരക്കൊമ്പ് ഒന്നുകൂടി പറയോ? മര പ്ലസ് കൊമ്പ് പിരിച്ചെഴുതും. രംന്ന് വരൂല അല്ലേ? രംന്ന് വന്നാൽ നാമമാകും, വിശേഷണം അല്ലാതെ. വിശേഷണവും വിശേഷ്യവും ആദ്യ പദവും 2ാം പദവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അവിടെ ഇരട്ടിപ്പ് വരുന്നത്. ഇരട്ടിപ്പ്. ഓക്കെ സാറേ. സാർ ഇതിന്റെ നോട്ട് ഇടുവോ സാറേ ഗ്രൂപ്പില്? അയച്ചു സാറിന് അയച്ചു കൊടുക്കാം. അപ്പൊ ശരി, എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടു.